നമസ്കാരം. എന്തുകൊണ്ട് ഈ ഒരു ഓപ്പൺ ഫോറം എന്നതിലൂടെ കേരളീയം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണ്, അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയിലേക്ക് വരാമെന്ന് കരുതുന്നു. മനുഷ്യ വന്യജീവി സംഘർഷവും കൃഷിയുടെ ഭാവിയും എന്നുള്ളതാണ് ഈ സംവാദത്തിന് നമ്മൾ നൽകിയ തലക്കെട്ട്. കൃഷി തന്നെയാണ്, കൃഷി എന്നുള്ള ഒരു വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മൾ മനുഷ്യ വന്യജീവി സംഘർഷത്തെക്കുറിച്ച് പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് മറ്റ് പല ഘടകങ്ങളുണ്ട്, അത് വളരെ വൈഡറായിട്ടുള്ളൊരു വിഷയമാണ് നമുക്കറിയാം. പക്ഷേ ഇവിടെ കർഷകരെയും കൃഷിയെയും അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ മാത്രമായിരിക്കും നമ്മൾ ഈ ചർച്ച പ്രധാനമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം അടുത്ത കാലത്ത് വല്ലാതെ അധികരിച്ചിട്ടുണ്ട് എന്നുള്ളത് പൊതുവിൽ ഇപ്പോൾ നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. സർക്കാർ അത്തരത്തിലുള്ള പല നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കർഷകരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പരാതികൾ ഈ അടുത്ത കാലത്തായിട്ട് കൂടുതലായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് വന്യജീവികളുടെ ഒരു നിരന്തര സാന്നിധ്യം നമ്മളുടെ വനാതിർത്തികളിൽ, മലയോര മേഖലയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വന്യജീവികളുടെ ഒരു സാന്നിധ്യം കാരണം കൃഷി ഉപേക്ഷിക്കുന്ന നിരവധി കർഷകർ മലയോര മേഖലയിൽ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. നമുക്കങ്ങനെ നിരവധി ആളുകളെ നമുക്കങ്ങനെ പരിചയമുള്ള പല ആളുകളും കൃഷി ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. കൃഷി ചെയ്ത് മാത്രം ഉപജീവനം നടത്തുന്ന ആളുകളായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മലയോര മേഖലയിലുള്ള നിരവധി കർഷകർ. അപ്പോൾ ആ രീതിയിൽ ഉപജീവന മാർഗം നഷ്ടമാകുന്ന ഒരു പ്രശ്നമായിട്ട് മനുഷ്യ വന്യജീവി സംഘർഷം ഒരു വശത്ത് മാറിയിട്ടുണ്ട്. ഉപജീവന നഷ്ടം മാത്രമല്ല, ഒരു പ്രാദേശിക ഭക്ഷ്യസുരക്ഷയെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് സംഘർഷം മാറുന്നൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ളൊരു കൃഷിനാശം അടുത്ത കാലത്ത് വലിയ തോതിൽ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് വാർത്തകളിലൂടെയും കർഷകരുടെ പരാതികളിലൂടെയൊക്കെ മനസ്സിലാവുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, നമുക്കറിയാം മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായൊരു വിഷയമാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഇടപെടലുകൾ ആവശ്യമുള്ളൊരു വിഷയമാണ്. എന്നാൽ തന്നെയും കർഷകരെ സംബന്ധിച്ച് പല തരത്തിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിഹാരങ്ങൾ അവരുടെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നതിന് ആവശ്യമാണ് എന്നുള്ള ഒരു സാഹചര്യവും ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും കേരളത്തിൽ കുറേ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതിനകത്ത് പല രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് ഒന്നിച്ച് നിൽക്കേണ്ട ആളുകൾ പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന വേദികൾ ഇല്ലാതാകുന്നു എന്നൊരു പ്രശ്നം കേരളത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കർഷകർ ഒരു തട്ടിൽ നിൽക്കുന്നു, വനം വകുപ്പ് മറ്റൊരു തട്ടിൽ നിൽക്കുന്നു. അങ്ങനെ പല രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഏകോപനം, ഒരുമിച്ചുള്ള ഒരു കൂടിയിരുന്നുള്ള ഒരു നയരൂപീകരണത്തിലുള്ളൊരു ശ്രമം സാധ്യമല്ലാത്ത രീതിയിൽ പരസ്പരം വിഘടിച്ച് നിൽക്കുന്ന ഒരു പ്രശ്നവും അതേസമയം നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൻ്റെ ഒരു സങ്കീർണത മനസ്സിലാക്കിക്കൊണ്ട് ശരിക്കും ഒന്നിച്ചുകൂടി ഇരുന്നുള്ള പരിഹാരങ്ങൾ ആലോചിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് വളരെ പ്രധാനമാണെന്ന് നമുക്കറിയാം. പക്ഷേ അത്തരം വേദികൾ വലിയ രീതിയിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി മുൻനിർത്തിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതൊരു പ്രധാനപ്പെട്ട പശ്ചാത്തലമാണ്. മറ്റൊന്ന്, അടുത്ത കാലത്ത് സർക്കാർ സ്വീകരിച്ച ചില നടപടികളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി നടത്തണം ഈ ചർച്ചയുടെ ഭാഗമായിട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിലൊന്ന്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 നിയമം കേരള സർക്കാർ അടുത്തിടയ്ക്ക് അമെൻഡ് ചെയ്യുകയുണ്ടായി. അത് ഒരുപക്ഷെ അത്തരത്തിൽ സംസ്ഥാനത്തിനൊരു നിയമം അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു പ്രശ്നം ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. ആ ബില്ല് കേരളം നിയമസഭ ഐക്യകണ്ഠേന പാസ്സാക്കി അത് കേന്ദ്രത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാകുമോ? അങ്ങനെ ഒരു സംസ്ഥാനത്തിന് അങ്ങനെ ഒരു കേന്ദ്ര നിയമത്തെ അമെൻഡ് ചെയ്യാനായിട്ടുള്ള അധികാരങ്ങളുണ്ടോ എന്ന സംശയം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കർഷക സംഘടനകളടക്കം ആ നിയമനിർമ്മാണത്തെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കർഷക സ്വരാജൊക്കെ നടത്തിയ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള മാധവ് ഗാഡ്ഗിൽ അടക്കം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അമെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ചർച്ച മുന്നോട്ട് വെക്കുകയുണ്ടായി. അപ്പോൾ 72 നിയമമാണ്, കാലോചിതമായ പരിഷ്കരണങ്ങൾ ആവശ്യമാണെങ്കിൽ ആവശ്യമല്ലേ എന്നൊരു ചോദ്യം കേരള സമൂഹത്തിൽ ഇപ്പോൾ ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അതേസമയം ആ രീതിയിൽ നിയമം പരിഷ്കരിക്കപ്പെടുകയാണെങ്കിൽ അത് കള്ളിങ്ങിലേക്ക് പോകുമോ എന്നുള്ള ഒരു ആശങ്കയും പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒക്കെ നിലനിൽക്കുന്നുണ്ട്, വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ട് ഞങ്ങൾ കരുതുന്നു. അതേസമയം തന്നെ ഇപ്പം സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ളൊരു നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ വനംവകുപ്പ് മറ്റൊരു വശത്ത് കുറച്ചും കൂടി ജനകീയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനൊരു ശ്രമം കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞം 45 ദിവസം നീണ്ടുനിന്ന പരിപാടി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വനംവകുപ്പ് നടത്തുകയും നേരിട്ട് കർഷകരെ കാണുകയും പരാതികൾ കേൾക്കുകയും പരിഹരിക്കുന്നതിനുള്ള ഒരു സംവിധാനം, എനിക്ക് തോന്നുന്നു വനംവകുപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ഒരു ജനസമ്പർക്ക പരിപാടി ആദ്യമായിട്ടാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ വനംവകുപ്പ് ഒരു വശത്ത് കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനസമ്പർക്ക പരിപാടിക്കുള്ളൊരു ശ്രമം ഒരു വശത്ത് ഈ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞത്തിലൂടെ നടത്താനായിട്ട് ശ്രമിച്ചു. പക്ഷേ അതിനെക്കുറിച്ചും പരാതികളുണ്ട്, കർഷകർക്ക് ആ പ്രോസസ്സിനെ കുറിച്ച് പരാതികളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ആ പ്രോസസ്സ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ കരുതുന്നുണ്ട്.
പിന്നെ 2024 മാർച്ചിൽ സംസ്ഥാന സർക്കാർ ഇതൊരു ഒരു പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ പരിധിയിൽ കൂടി വരുന്ന ഒന്നായിട്ട് മനുഷ്യ വന്യജീവി സംഘർഷം മാറിയിരിക്കുകയാണ്. എനിക്കൊന്നു ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിൽ വരുന്നൊരു നിയമമായിട്ട് കൂടി ഒരു പ്രശ്നമായിട്ട് കൂടി ഇത് മാറുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതോടെ ഇതൊരു ദുരന്തമായി സംസ്ഥാനം സർക്കാർ നിർണയിച്ചതോടെ ഇതിൻ്റെ ലഘൂകരണത്തിനുള്ള പുതിയ സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നു വന്നിട്ടുണ്ടോ, അത്തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു ഇതൊരു പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ശേഷം. അപ്പോൾ ആ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. പിന്നെ ഒന്ന്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് നമുക്കറിയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിൽ പങ്കാളിത്തം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആലോചനകൾ നടക്കുകയും ഇപ്പോൾ ജനജാഗ്രതാ സമിതികൾ പോലുള്ള സംവിധാനങ്ങൾ രൂപീകരിക്കപ്പെടുകയൊക്കെ ചെയ്തു. മിക്ക പഞ്ചായത്തുകളിലും, എനിക്ക് തോന്നുന്നു പല വനാതിർത്തി പഞ്ചായത്തുകളിലും ജനജാഗ്രതാ സമിതികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ പ്രവർത്തിക്കാത്ത സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ ഇതിൽ ഇടപെടാനുള്ള അധികാരങ്ങൾ കൂടുതലായി ലഭിച്ചതിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യവും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ അത്തരത്തിലുള്ളൊരു വിലയിരുത്തൽ ഉണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ചർച്ചകളിൽ അത്തരം കാര്യങ്ങൾ കടന്നു വരുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. മറ്റൊന്ന്, കർഷകർ കുറേ കാലങ്ങളെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. നഷ്ടപരിഹാരത്തിനകത്ത് ഇപ്പോഴും ഒരു കൃത്യമായ ഒരു നഷ്ടപരിഹാര പാക്കേജ് എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ വന്നിട്ടില്ല എന്നൊരു പ്രശ്നം കർഷക സ്വരാജിൻ്റെ സത്യാഗ്രഹം അടക്കം ഉന്നയിക്കുന്നൊരു പ്രശ്നമാണ്. അതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, കേരളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളുകൾ, ഇപ്പം എനിക്ക് സണ്ണിച്ചേട്ടനൊക്കെ അറിയാം, അദ്ദേഹം കൃഷി കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചുള്ള നിലനിൽപ്പ്, ഭാവി എന്താകും എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കൃഷിയുടെ ഭാവി പലതരത്തിലും ഒരാശങ്കയിലാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള പ്രശ്നങ്ങൾ കാരണം കൃഷി തുടരാൻ കഴിയാത്ത പല മേഖലകളും കേരളത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പം തൃശ്ശൂർ ജില്ലയിലൊക്കെ ഇപ്പോൾ കോൾ കർഷകരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ മറ്റൊരു വശത്ത് മനുഷ്യ വന്യജീവി സംഘർഷം എന്നുള്ള ഒരു പ്രശ്നം അധികരിച്ച് വരുമ്പോൾ കൃഷി അസാധ്യമായി തീരുന്നൊരു കാര്യം വരികയാണെങ്കിൽ എങ്ങനെയാണ് കാർഷിക മേഖലയിൽ പുതിയ ഇടപെടലുകൾ നമുക്ക് നടത്താൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വിളകളുടെ കാര്യത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ കൃഷി രീതികളുടെ കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അത്തരത്തിലുള്ള ആലോചനകൾ എന്താണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത് എന്നുള്ളതും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വരണം എന്ന് ഞങ്ങൾ കരുതുന്നു. പിന്നെ വനം വകുപ്പ് പല രീതിയിലുള്ള മാറ്റങ്ങൾക്കും അടുത്ത കാലത്ത് ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഏകവിളത്തോട്ടങ്ങൾ, യൂക്കാലി പോലുള്ള തോട്ടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പശ്ചാത്തലം കൂടി, ഈ ചർച്ചയുടെ മറ്റൊരു പശ്ചാത്തലം, കേരളത്തിൽ കർഷകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് വലിയ നീണ്ട ഒരു സമരം നടന്നിരുന്നു. കർഷക സ്വരാജ് എന്ന പേരിൽ. ഇപ്പോൾ 100 മണിക്കൂർ നീണ്ടു നിന്ന ഒരു സത്യാഗ്രഹ സമരം കഴിഞ്ഞ ദിവസം, ഉപവാസ സമരം കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിൽ സമാപിച്ചത്. അപ്പോൾ കർഷകർ വലിയ രീതിയിൽ സംഘടിക്കുകയും ഇതിലൊരു പരിഹാരം കാണണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ പരസ്പരം ചർച്ച ചെയ്യാനുള്ള ഒരു ഫോറങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒരുമിച്ചിരുന്ന ഒരു നയരൂപീകരണത്തിനുള്ള ആലോചനകൾ നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് എനിക്ക് ഒരു കർഷക പ്രതിനിധി എന്ന രീതിയിൽ ഈ പരിപാടിയിൽ പങ്കുചേരുന്ന കർഷക സ്വരാജിൻ്റെ പ്രവർത്തകൻ കൂടിയായ മലയോര മേഖലയിൽ നിന്നുള്ളൊരു കർഷകൻ, കൃഷി മാത്രം ഉപജീവനമായിട്ട് ആശ്രയിക്കുന്ന ഒരാളെന്ന രീതിയിൽ സണ്ണി പൈകട സംസാരിച്ച് തുടങ്ങാം എന്ന് കരുതുന്നു. ഇവിടെ ശരത്ത് സൂചിപ്പിച്ചു, ഒരു സമരത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു ചർച്ച നടക്കുന്നതെന്ന്. സമരം പൊടുന്നനവേ ഉണ്ടായ ഒരു സമരമല്ല. നമ്മുടെ നാട്ടിൽ വന്യജീവി ആക്രമണങ്ങളിൽ ആരെങ്കിലും കൊല്ലപ്പെടുമ്പോഴുണ്ടാകുന്ന വൈകാരിക ഒരു പ്രക്ഷുബ്ധാവസ്ഥയുണ്ട്. അവിടെ ആളുകൾ സംഘടിക്കുകയും വളരെയധികം പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് അധികാരികൾ വരികയും ഒരു കൊല്ലപ്പെടുന്നയാളുടെ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചൊരു പ്രഖ്യാപനം നടത്തുകയൊക്കെ ചെയ്താൽ നടക്കും. ഇത്തരം കാര്യങ്ങളുടെ തീയതിയും സ്ഥലങ്ങളും മാത്രമേ മാറുന്നുള്ളൂ. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന പ്രശ്നം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ അത് വർഷങ്ങളായി അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ് അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തിന് ഞങ്ങൾ കർഷകർ നിർബന്ധിതരായത്. അതും മതിയായ ആലോചനയ്ക്ക് ശേഷമാണ്. 1 വർഷത്തോളം സമയമെടുത്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ പ്രശ്നബാധിത ജില്ലകളിൽ, പ്രശ്നബാധിത മേഖലകളിൽ പോയി ജനങ്ങളുമായി സംസാരിച്ചതിന് ശേഷവും വനം വകുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ കുറേ വിവരാവകാശ രേഖകൾ ഒക്കെ എടുത്ത് പഠിച്ചു. ആ സമയത്ത് പൊടുന്നനമേ ലഭ്യമായ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൻ്റെ ഈ വിഷയം പരാമർശിക്കുന്ന കാര്യങ്ങൾ അത് പഠിച്ചു.
അപ്പോൾ ഇത് സംബന്ധിച്ച് മതിയായ പഠനം നടത്തിയതിന് ശേഷം, മതിയായ ആലോചനകൾക്ക് ശേഷമാണ് ഒരു സമരത്തേക്ക് വന്നിരിക്കുന്നത്. ആ സമരം പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 15 ആരംഭിച്ച് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടിൽ തുടരുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് 100 മണിക്കൂർ ഉപവാസം, ഒരു സ്റ്റേറ്റ് ലെവൽ വാഹനയാത്രയ്ക്ക് ശേഷം 100 മണിക്കൂർ ഉപവാസം സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇന്നലെ കൊണ്ട് സമാപിച്ചത്. ഈ പ്രശ്നത്തെ കർഷക സമൂഹത്തിന് ഇനി അവഗണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യത്തിലെത്തിയതുകൊണ്ട് ഇതിനൊരു അവസാനം കണ്ടേ മതിയാവൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാന കാരണം എന്നുള്ളതാണ്. അടിസ്ഥാന കാരണത്തെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം വനം വകുപ്പ് ഒരു 2 മാസം മുന്നേ പുറപ്പെടുവിച്ച നയസമീപന രേഖയിൽ കാലാവസ്ഥാ മാറ്റം, അതുപോലെ തന്നെ വനാതിർത്തികളിൽ കർഷകർ ഈ വന്യജീവികളെ ആകർഷിക്കുന്ന വിളകൾ കൃഷി ചെയ്ത്, അതൊക്കെയാണ് പ്രധാന പ്രശ്നമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ വനാതിർത്തികളിൽ കപ്പയും കാച്ചിലും ചേമ്പും ഒക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് മിനിഞ്ഞാന്നല്ല. വനാതിർത്തികളിൽ, വനമേഖലകളിൽ, മലയോര മേഖലയിൽ കൃഷി തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ്. അത് പുതിയ കാര്യമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നകാരണത്തെ സംബന്ധിക്കുന്ന വ്യാഖ്യാനങ്ങൾ നൽകൽ ഈ പ്രശ്നപരിഹാരത്തിന് സഹായകമാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാന കാരണം കേരളത്തിൻ്റെ വനഭൂമിയുടെ 1/3 വനമല്ലാതായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. CAG ഭരണഘടനാ സ്ഥാപനമായ CAG റിപ്പോർട്ടിലെ കണക്കുകൾ വെച്ച് പറയുന്നതാണ്. അതിൻ്റെ കണക്ക് തന്നെ ഞാൻ വായിക്കാം. അതായത് 2022 CAG റിപ്പോർട്ടിലെ കണക്കാണ്. കേരളത്തിലെ ആകെ വനവിസ്തൃതിയുടെ ഭൂവിസ്തൃതിയുടെ 29.66% വനമാണ്. അത് 11,524 സ്ക്വയർ കിലോമീറ്റർ. അതിൻ്റെ 21% എന്ന് വെച്ചാൽ 2,513.53 ചതുരശ്ര കിലോമീറ്റർ വനേതര ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചു എന്ന് പറഞ്ഞാൽ വനമല്ലാതായി. അത് ഏതൊക്കെ കാര്യത്തിനാണെന്ന് ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ 2,513 സ്ക്വയർ കിലോമീറ്ററിൽ 1,562 സ്ക്വയർ കിലോമീറ്ററും വനം വകുപ്പിൻ്റെ തേക്ക്, യൂക്കാലി തോട്ടങ്ങളാണ്. ബാക്കി 1000 സ്ക്വയർ കിലോമീറ്ററാണ്. ആ 1000 എങ്ങനെയാണ് ഉപയോഗിച്ചത്? അതിൽ 514.90 ചതുരശ്ര കിലോമീറ്റർ KSEBയുടെയും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെയുള്ള വിവിധ പ്രോജക്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാം മുഴുവൻ കേരളീയ സമൂഹം ഉപയോഗിക്കുന്ന വൈദ്യുതിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് 1980 ഉള്ള ഒരു നിയമം അനുസരിച്ച് വനഭൂമി തരം മാറ്റി വിവിധ പദ്ധതികൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ വിവിധ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമുള്ള പ്ലാന്റേഷനുകൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അതിന് പുറമെ വിവിധ പദ്ധതി പ്രദേശങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനും പുറമെ 1977 ജനുവരി 1 മുമ്പ് നിയമവിധേയമാക്കപ്പെട്ട കുടിയേറ്റക്കാരുടെ കയ്യിലും ഭൂമിയുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ സെപ്പറേറ്റ് കണക്കില്ല. 3ഉം കൂടെ കൂടിയാണ് 384.12 സ്ക്വയർ കിലോമീറ്റർ ഉള്ളത്. പിന്നെ 1977 ശേഷമുള്ള നിയമവിരുദ്ധ കയ്യേറ്റം എന്ന് പറയാവുന്നത് അത് 50.25 ചതുരശ്ര കിലോമീറ്ററാണ്. റവന്യൂ വകുപ്പ് പട്ടയം നൽകിയിട്ടുള്ള 2.2 ചതുരശ്ര കിലോമീറ്ററാണ്. ഇങ്ങനെയാണ് ഈ 2,513 ചതുരശ്ര കിലോമീറ്റർ വനമല്ലാതെ 21% വനം എന്ന് പറഞ്ഞാൽ 1/5. അപ്പോൾ ഇതിൻ്റെ സിംഹഭാഗവും വനം വകുപ്പിൻ്റെ തന്നെ നിയന്ത്രണത്തിലാണ്. ഇത് ഞാനുണ്ടാക്കിയ കണക്കല്ല. CAG റിപ്പോർട്ട് വനം വകുപ്പിൻ്റെ രേഖകൾ പരിശോധിച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ മറുപടി കേട്ട് നടത്തിയിട്ടുള്ള ഒബ്സർവേഷനാണ്. ഇത് നമ്മൾ വേറൊരു രീതിയിലും കൂടെ പരിശോധിച്ചാൽ, ഇപ്പം ഞാൻ 384.12 3 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചൊരു കണക്ക് പറഞ്ഞു. അതായത് തോട്ടങ്ങൾക്ക് നൽകിയത്, പ്ലാന്റേഷനുകൾക്ക് നൽകിയത്, വിവിധ പദ്ധതി പ്രദേശങ്ങളിൽ കുടിയിറക്കിയവരെ പുനരധിവസിപ്പിക്കാൻ നൽകിയത്, 77 ജനുവരി 1 മുമ്പുള്ള കർഷകർക്ക്, കുടിയേറ്റ കർഷകർക്ക് നൽകിയത്. അതിനകത്തെ ഈ 3 കാര്യങ്ങൾക്ക് കൂടിയാണ് 384 സ്ക്വയർ കിലോമീറ്റർ. അതിൽ 200 സ്ക്വയർ കിലോമീറ്ററും കർഷകരുടെ പക്കലാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ ആ ഒരു കണക്ക് നിങ്ങൾ ഓർമ്മയിരിക്കട്ടെ. ഇനി വേറൊരു കണക്കൂടെ പറയാം. അതിനുശേഷം നിയമവിരുദ്ധ കയ്യേറ്റം അത് 50.25 ചതുരശ്ര കിലോമീറ്ററാണ്. ഈ കയ്യേറ്റം നടന്ന മേഖലകളിലെ യാഥാർത്ഥ്യം അറിയാവുന്നവർക്കറിയാം. അത് കയ്യേറിയതിൽ ഏറിയ പങ്കും പിന്നെ റിസോർട്ട് മാഫിയയും കോറികൾ, ചില മതസ്ഥാപനങ്ങൾ ഇവരൊക്കെ കയ്യേറുന്നത്. കർഷകർ കയ്യേറുന്നത് അപൂർവമാണ്. അതല്ല, അത് മുഴുവനും കർഷകരാണെന്നിരിക്കട്ടെ വാദത്തിന് വേണ്ടി. അങ്ങനെ വന്നാലും 250 ചതുരശ്ര കിലോമീറ്റർ
വനഭൂമിയെ ഈ പറയുന്ന കർഷകരുടെ കയ്യിലുള്ളൂ. ആകെ വനേതര ആവശ്യങ്ങൾക്ക് വനമല്ലാതാക്കിയതിൽ 10%. ഈ കണക്ക് ഓർമ്മയിൽ വേണം. ഇനി മറ്റൊരു കണക്കൂടെ പറയാം. 2021 ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇതിന് പുറമേ കേട്ടോ, ഈ 2005 പുറമെയാണ്, 490 ചതുരശ്ര കിലോമീറ്റർ വനം അധിനിവേശ സസ്യങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു. അതിനകത്ത് ഏറ്റവും വേഗത്തിൽ വ്യാപിക്കുന്ന മഞ്ഞക്കൊന്ന ഉൾപ്പെടുന്നില്ല. അത് അതിനകത്ത് കൃത്യം പറയുന്നുണ്ട്. മഞ്ഞക്കൊന്നയുടെ കണക്ക് പ്രത്യേകമായി പറയുന്നത് ഇങ്ങനെയാണ്: 86 മുത്തങ്ങ ഫോറസ്റ്റ് ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ തണൽ വൃക്ഷമായി ഏതാനും ചൂട് വെച്ചതാണ് മഞ്ഞക്കൊന്ന, സെന്ന എന്ന് പറയുന്ന സാധനം. അത് 2012 ആയപ്പോൾ, എന്ന് വെച്ചാൽ ഏറെക്കുറെ 25 വർഷം കഴിഞ്ഞപ്പോൾ 14.56 ചതുരശ്ര കിലോമീറ്ററിലേക്ക് വ്യാപിച്ചു. ഈ 14.56 ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് 8 വർഷം കഴിഞ്ഞപ്പോൾ 2020 ആയപ്പോൾ അത് 78.91 ചതുരശ്ര കിലോമീറ്ററിലേക്ക് വ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ അത് എന്നാ വേഗത്തിലാണ് വ്യാപിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴത് ഈ 490 ഈ പറഞ്ഞ മഞ്ഞക്കൊന്നയുടെ 78.91 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 568.91 ചതുരശ്ര കിലോമീറ്റർ 2020 ആയപ്പോൾ അധിനിവേശ സസ്യങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഈ 5 കൊല്ലം കഴിഞ്ഞു. ഇപ്പം മഞ്ഞക്കൊന്നയുടെ വ്യാപനത്തിൻ്റെ സ്പീഡ് ഞാൻ പറഞ്ഞു. ഇതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം, ഏറെക്കുറെ 1000 സ്ക്വയർ കിലോമീറ്ററിൻ്റെ അടുത്ത് ഇപ്പോൾ അധിനിവേശ സസ്യങ്ങളാൽ വനഭൂമി വനമല്ലാതായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ 2500 ഈ 1000 കൂടെ കൂട്ടിയാൽ 3500 ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൻ്റെ വനഭൂമി എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ആകെ വനവിസ്തൃതിയുടെ 1/3 വനമല്ലാതായി കഴിഞ്ഞു. ഈ കണക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ. ഇത് CAG റിപ്പോർട്ടിലേക്കാണ്. CAG റിപ്പോർട്ട് വേറെ ചില കാര്യം കൂടെ പറയുന്നുണ്ട്. വനം വകുപ്പിൻ്റെ കയ്യിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച് ഓരോ വനമേഖലയുടെയും ക്യാരിയിങ് കപ്പാസിറ്റി സംബന്ധിച്ച് യാതൊരു പഠനവുമില്ല എന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്. കേരളത്തിൻ്റെ വനം വകുപ്പ് ഈ പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും തങ്ങൾക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ അധികാരമില്ല. 72 കേന്ദ്ര നിയമം, വന്യജീവി സംരക്ഷണ നിയമമാണ് ഇതിനെല്ലാത്തിനും തടസ്സം നിൽക്കുന്നു എന്ന് പറയാം. 72 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷൻ അനുസരിച്ച് അതായത് മൃഗങ്ങളുടെ സാന്ദ്രത കൂടിയ ഒരു സ്ഥലത്ത് നിന്ന് സാന്ദ്രത കുറഞ്ഞ മറ്റു സ്ഥലത്തേക്ക് മൃഗങ്ങളെ മാറ്റാനുള്ള ട്രാൻസ്ലൊക്കേഷനുള്ള വകുപ്പുണ്ട്. ഈ വകുപ്പ് ഉപയോഗിച്ചാണ് നിങ്ങളൊരു 3 മാസം മുന്നേ പത്രങ്ങളിൽ വന്നൊരു വാർത്തയാണ്. കർണാടക വനം വകുപ്പ് കൂർഗ് മേഖലയിൽ നിന്ന് 185 കാട്ടാനകളെ പിടിച്ച് ആനകളുടെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞു. ഒരു ആനയുടെ ശല്യം കൂടുതലുള്ള ഒരു വനമേഖലയിൽ നിന്ന് 185 ആനകളെ പിടിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വനമേഖലയിലെ ആനയുടെ ശല്യം കുറയുമെന്ന് മനസ്സിലാക്കാൻ വലിയ ബോധമൊന്നും വേണ്ട. ഈ 72 വന്യജീവി സംരക്ഷണ നിയമം കേരളത്തിന് ബാധകമാണ് എന്നതുപോലെ തന്നെ കർണാടകത്തിനും ബാധകമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യം, ഞാൻ ഈ പറഞ്ഞ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വനത്തിനുള്ളിൽ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ഗവേഷണം നടത്താൻ പീച്ചിയിലൊരു സ്ഥാപനമുണ്ട്. പൊതുഖജനാവിൽ നിന്ന് വലിയ തോതിൽ പണം പറ്റിക്കൊണ്ട് വലിയ ശാസ്ത്രജ്ഞന്മാർ അവിടെ ഗവേഷിക്കുന്നുണ്ട്. അവർ ഈ പ്രശ്നമൊന്നും കണ്ടില്ലേ കാലയളവിൽ. വനം വകുപ്പിൻ്റെ ദീർഘകാലാടിസ്ഥാനമുള്ള നയരൂപീകരണത്തിൽ ശാസ്ത്രീയമായ റെക്കമെൻഡേഷൻ നൽകാൻ അവർക്കല്ലേ ബാധ്യത? വനം വകുപ്പിലെ താഴെക്കടയിലെ ജീവനക്കാരൊന്നുമല്ലല്ലോ അത് ചെയ്യേണ്ടത്. ഈ വന്യജീവികളുടെ അസന്തുലിതമായ പെരുപ്പത്തെ സംബന്ധിച്ച്, വനഭൂമി ഇതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിയിൽ വരുന്ന ചില അസന്തുലിതാവസ്ഥയെ സംബന്ധിച്ച്, ഈ വനേതര ഉപയോഗം മൂലം വനഭൂമി കുറഞ്ഞു വരുന്നതിനെ സംബന്ധിച്ച്, അതുമൂലം വനത്തിനുള്ളിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതാവുന്നതിനെ സംബന്ധിച്ച് ഇവർ വേണ്ട മുന്നറിയിപ്പ് നൽകാൻ. എന്താണ് ഈ സംവിധാനത്തിൻ്റെ പരാജയമാണ് ഈ നിലയിൽ ഈ പ്രശ്നത്തിലേക്ക് വന്നത്. അത് മറച്ചു വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന കാലാവസ്ഥ മാറിയതുകൊണ്ടാണ് കർഷകർ വനാതിർത്തികളിൽ ഇവരെ ആകർഷിക്കുന്ന കൃഷി ചെയ്തിട്ടാണെന്നൊക്കെയുള്ള തൊടുന്യായങ്ങൾ പറഞ്ഞ് ഇതിനെ മറികടക്കാനാവില്ല, മറച്ചു വയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അങ്ങനെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു തരം രാഷ്ട്രീയ ഗിമ്മിക്കുകൊണ്ട് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനാവില്ല. ഇപ്പോൾ ഈയിടയ്ക്ക് ശരത്ത് പരാമർശിച്ച മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി എന്ന് പറഞ്ഞ് ഒരുപാട് പഞ്ചായത്തുകളിൽ 2 ആഴ്ചക്കാലം വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരിരുന്നു. ആളുകളിൽ നിന്ന് പരാതി സ്വീകരിച്ചു. വളരെ പ്രതീക്ഷയോടെയാണ് കർഷകർ പരാതിയുമായിട്ട് ചെയ്യുന്നത്. കൃത്യം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും വീടുകളിലെത്തി. അതാണ് ഏറ്റവും രസകരമായ, വീടുകളിലെത്തി അതിന് മറുപടി നൽകി. മറുപടി പറഞ്ഞതെന്താണെന്നറിയോ? എല്ലാ മറുപടികളിലും സമാനമായ വാദഗതികളേ ഉള്ളൂ. വാക്കുകൾക്ക് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. കാട്ടുപന്നിയുടെ കാര്യം പഞ്ചായത്തുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്.
കുരങ്ങിൻ്റെ ശല്യം ഷെഡ്യൂൾ 1 നിന്ന് 2 ആക്കാൻ വേണ്ടി ഞങ്ങൾ കേന്ദ്രത്തിന് എഴുതിയിട്ടുണ്ട്. കൃഷിനഷ്ടം വന്നവർ നഷ്ടപരിഹാരത്തിനായി അതിൻ്റെ പോർട്ടലിൽ ഒരപേക്ഷയും കൂടെ കൊടുക്കുക. പിന്നെ ആക്രമണകാരികളായ കാട്ടുപോത്തോ കാട്ടു ആനയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ DFO ഓഫീസിലെ ഇത് കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തെ അറിയിക്കുക. ഇത്രയും കാര്യം ജനത്തിന് പണ്ടേ അറിയാവുന്ന കാര്യമാണ്. ഇതിനിവിടെ ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് തിരുവനന്തപുരത്ത് പത്രക്കാർക്ക് ഒരു പത്രക്കുറിപ്പ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പം ഞങ്ങളെന്തോ ചെയ്യുന്നു ഇത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഇത്തരം ശ്രമങ്ങൾ കൊണ്ട് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. മലയോരത്തെ ആളുകളെക്കുറിച്ച് മുമ്പൊരു ധാരണയുണ്ട്. അവർ ഈ കിഴങ്ങൊക്കെ കൂടുതൽ തിന്നുന്നവരായതുകൊണ്ട് കിഴങ്ങന്മാരാണ് അവർ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണെന്നൊരു ധാരണയുണ്ട്. പക്ഷേ ഞങ്ങളുടെയൊക്കെ കാരണവന്മാരുടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഞങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം നൽകാനാണ്. അടുത്ത തലമുറയ്ക്കും അതുപോലെ വിദ്യാഭ്യാസമുണ്ട്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്, വിശകലനം ചെയ്യാനുള്ള വിവേകമുണ്ട്. അവരെ ഇങ്ങനെ പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. വനം വകുപ്പിലെ തന്നെ താഴേക്കടയിലെ ജീവനക്കാർ അതിന് വളരെയധികം കഷ്ടപ്പെടുക. നമ്മൾ തരുന്ന ആളുകൾ അവർ നമ്മളോട് പറയാറുണ്ട്, എന്തിനാണെന്ന് അവർക്കും മനസ്സിലാവുന്നില്ല. പണ്ട് ഒരു ഇലക്ഷൻ കാലത്ത് ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിച്ചു കൊടുത്തതിന് സമാനമായതെന്തോ ഈ വീട്ടിലെത്തിച്ച് മറുപടി കൊടുക്കലുണ്ട്. പക്ഷേ ആ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന മറുപടിയിൽ കാമ്പുണ്ടായിരുന്നെങ്കിൽ അതിലർത്ഥം ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊന്നുമല്ല ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത്. ജനാധിപത്യ സമ്പ്രദായത്തിലെ സംവിധാനത്തിനകത്ത് ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് വനം വകുപ്പ്. ആ വനം വകുപ്പ് പോയ കാലങ്ങളിൽ നയപരമായി അവർക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് യൂക്കാലി വെച്ചതും തേക്ക് വെച്ചതൊക്കെ. അത് നമുക്ക് അതിനകത്ത് വനം വകുപ്പെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല. ഓരോ കാലത്തും ഓരോ ശരികളുണ്ട്. മാറുന്ന കാലത്തിനനുസരിച്ച് പോയ കാലത്തെ ഒരു ശരി തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ജനാധിപത്യപരമായ ഒരു വിനയത്തോടുകൂടി ഞങ്ങൾക്ക് പോയ കാലത്ത് തെറ്റിപ്പറ്റി, ഞങ്ങളിതാ നിശ്ചിത നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഇത് പരിഹരിക്കും എന്ന് പറയുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നപരിഹാര ശ്രമങ്ങളെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുക, വനം വകുപ്പിനെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുക. അതിന് ശ്രമിക്കണം എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. വേറെയും കുറേ കാര്യം അടുത്ത അവസരത്തിൽ പറയാം. അടുത്തായിട്ട് ഞാൻ ഈ കുഞ്ഞികൃഷ്ണൻ മാഷെ ക്ഷണിക്കുകയാണ്. മാഷ് ദീർഘകാലമായിട്ട് കേരളത്തിലെ വനങ്ങളെക്കുറിച്ച് പഠിക്കുകയും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും വനം വകുപ്പായിട്ടൊക്കെ പല രീതിയിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ മാഷിൻ്റെ ഇതിലൊരു അഭിപ്രായം അറിഞ്ഞുകൊണ്ട് ബാക്കി മറ്റ് പാനലിലേക്ക് വരാം. സന്നിധത്തിൻ്റെ കുറേ സ്ഥിതിവിവര കണക്കുകളൊക്കെ ഇവിടെ ധരിപ്പിച്ചു. അത് വളരെ ആധികാരികമാണ്, വെറുതെ എടുത്തു പറയുന്നതല്ല. CAG റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അതിലത്തെ കാര്യങ്ങൾ തന്നെ അത് വളരെ ശരിയുമാണ്. വനത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിൽ നിത്യഹരിത വനങ്ങൾ എത്ര, തോട്ടങ്ങൾ എത്ര, ആ കണക്കുകളൊക്കെ വളരെ ശരിയായിട്ടുള്ള കണക്കുകളാണ്. ഇത് തന്നെയാണ് നമ്മുടെയും അഭിപ്രായം. കൂടുതൽ വലിയൊരു മേഖല തോട്ടങ്ങളായി മാറിയപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അത് 1-2 കൊല്ലം കൊണ്ട് മാറ്റിയതല്ല. നേരത്തെ പറഞ്ഞ പോലെ പല കാലത്തെ ശരികൾ ഇന്നത്തെ തെറ്റായിട്ട് മാറിയ ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അതിൽ 29%, 11,500 സംതിങ് പറയുന്നതിൽ 9,400 വനം വകുപ്പിൻ്റെ കയ്യിലുള്ളൂ. ഇപ്പോൾ KFDCയുടെ SFC സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ്റെയും അതുപോലെ LCD ബോർഡിന് കൊടുത്തത് ഒക്കെ വനം വകുപ്പിന് വലിയ നിയന്ത്രണങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വാഴച്ചാൽ ഭാഗത്ത് വരുന്ന എണ്ണപ്പനത്തോട്ടം വനം വകുപ്പിൻ്റെതല്ല, വനം വകുപ്പിന് വലിയ നിയന്ത്രണമില്ലാത്ത സ്ഥലമാണ്. അതൊന്നും വനമല്ല, അവിടെയാണ് ഏറ്റവും വലിയ മനുഷ്യ വന്യജീവി സംഘർഷം നടക്കുന്നതും. അപ്പോൾ ആ കണക്കുകളൊക്കെ അംഗീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ബാക്കിയുള്ള ഉത്കണ്ഠകൾ വളരെ ശരിയാണ്. ധാരാളം കൃഷിക്ക് നാശം വരുത്തുന്നുണ്ട് വന്യമൃഗങ്ങൾ എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നമ്മളിപ്പോൾ വന്യജീവി കൃഷിയുടെ ഭാവിയും എന്നാണ്. ഈ വന്യജീവി സംഘർഷ മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ മൊത്തം മേഖല എടുത്താൽ എത്ര ശതമാനമാണെന്ന് നോക്കണം. ഫ്രിഞ്ചിലെ പഞ്ചായത്തുകളുടെ കണക്കൊക്കെ വനം വകുപ്പ് തന്നെ അത് ശേഖരിച്ച് അതിൻ്റെ ഡാറ്റാബേസ് ഉണ്ട്. 8 ലക്ഷത്ത് ഹെക്ടറിലധികം ഉണ്ടായിരുന്ന നമ്മുടെ നെൽപ്പാടങ്ങൾ ഇന്ന് 2 ലക്ഷത്തി താഴെ, 1,50,000 ഹെക്ടറൊക്കെ ഉണ്ടാവല്ലോ. ഒരു പക്ഷേ മാഡത്തിനായിരിക്കും കുറച്ചുകൂടി നന്നായിട്ട്. അതായത് അത് വന്യജീവി സംഘർഷം കൊണ്ടല്ല, വേറെയും കാരണങ്ങളുണ്ട്. ഇത് കേവലം വന്യജീവി സംഘർഷം കൊണ്ട് കേരളത്തിൽ കൃഷി തകരുന്നു എന്ന ഇതിലേക്ക് അത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്നാണ് ഞാൻ പറയുന്നത്. 8 ലക്ഷത്തിലധികം ഹെക്ടർ വനഭൂമിയിൽ റബ്ബർ പ്ലാന്റേഷനുള്ളത് സണ്ണി പറയുന്ന മലയോര മേഖലയിൽ തന്നെയാണ്. ഈ വന്യജീവി സംഘർഷം കൊണ്ട് ഏതെങ്കിലും റബ്ബർ പ്ലാന്റേഷൻ അബാൻഡൻ ചെയ്താൽ എനിക്കറിയില്ല. റബ്ബർ പ്ലാന്റേഷൻ ഇന്ന് പോസിബിൾ അല്ലാതെ വന്നത് വന്യജീവി സംഘർഷം കൊണ്ടല്ല, വിലയിടിവ് കൊണ്ടും അതിൻ്റെ മാർക്കറ്റിൽ ഇടപെടാൻ പറ്റാത്തത് കൊണ്ടും അതല്ലെങ്കിൽ മാർക്കറ്റിലെ ചില വ്യതിയാനങ്ങൾ കൊണ്ടുമാണ്. ഇന്ന് ലേബർ അവിടെ ചെയ്യിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം ലാഭകരമല്ല, അബാൻഡൻ ചെയ്യാണ്. കോട്ടയത്തേക്ക് പണ്ടത്തെ ഞാൻ പാലയിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റബ്ബർ പ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഫ് കളിക്കാം. അവിടെ അങ്ങനെ പന്തുരുട്ടി കഴിഞ്ഞാൽ
അറ്റം വരെ എത്തും. ഇന്ന് അത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുക. സണ്ണിയുടെ ഭാഗത്തും ഒക്കെ ഒരുപക്ഷെ അത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം വെട്ടാൻ പറ്റില്ല. കാരണം ഇത് വെട്ടിച്ചത് നഷ്ടമാണ്. ഒന്ന് പഴയ പോലെ ലേബർ ചീപ്പല്ല. ഇതെല്ലാം ചിലവാക്കിയിട്ട് റബ്ബർ പാലം എടുത്താലും അത് നഷ്ടമാണ്. ലാഭകരമായിട്ട് അത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അഡീഷണൽ ലേബർ അവിടെ എംപ്ലോയ് ചെയ്തിട്ട് കാട് വെട്ടുക, അതുപോലെ നമുക്ക് ഏതൊക്കെ ഒഴിവാക്കാം, കാട് വെട്ടുന്ന ഒഴിവാക്കാം എന്നുള്ളതാണ്. അങ്ങനെ കാട് ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അതിർത്തി മേഖലകളിൽ അത് വനം വകുപ്പും ഒരുപാട് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ മനുഷ്യ പെരുമാറ്റം കുറയുന്ന സ്ഥലങ്ങൾ മൃഗങ്ങൾ അതിൻ്റെ ആവാസ മേഖലയായിട്ടാണ് കണക്കാക്കുന്നത്. പലപ്പോഴും ഈ അതിർത്തികളിലെ പല ഇത്തരം ഈ കാട് വളർന്ന സ്ഥലങ്ങൾ, ഈവൻ നാട്ടുംപുറത്ത് പോലും, ഞാനൊക്കെ കടലിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത ഒരു ഗ്രാമപ്രദേശത്തുള്ളതാണ്. അവിടെ പോലും വലിയ മാറ്റങ്ങളുണ്ട്. അത് വലിയൊരു സോഷ്യോളജിക്കൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ്. സണ്ണി തന്നെ അംഗീകരിക്കുമായിരിക്കും. കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെയും കിഴക്കൻ ഭാഗത്ത് പണ്ട് കുടിയേറ്റം നടന്നായിരുന്നു. ഇപ്പോൾ കുടിയിറക്കം നടക്കുന്നില്ലേ? എത്രയോ പള്ളികൾ അടച്ചിട്ടില്ല ആളില്ലാത്തതുകൊണ്ട്. അങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. ഈ പഴയൊരു തലമുറ വളരെ അധ്വാനിച്ച് കുട്ടികളെ വളർത്തുകയും അവർക്ക് നല്ല വിദ്യാഭ്യാസം, തന്നെ പറയുന്ന പോലെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്ത ഒരു മലയോര കർഷക മേഖലയുണ്ട്. ഈ മക്കളൊക്കെ വളരെ നല്ല നിലയിലാണ്. അവരൊന്നുകിൽ കുറേ പേരൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ ടെക്നാപോർക്ക് പോലത്തെ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലത്തെ ഉള്ള സ്ഥലങ്ങളിൽ. കാരണം അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. അവർ വളരെയധികം അവരൊക്കെ അവിടെ നിന്ന് വിട്ടുപോവാണ്. ഈ പ്രായമായ അച്ഛനും അമ്മയൊക്കെ മാത്രമേ ഉള്ളൂ അവിടെ. ഞാൻ ആദ്യമായിട്ട് ഒരു കാട്ടുപന്നിയെ കാണുന്നത് ഞാൻ MSc പഠിക്കുമ്പോൾ നിലമ്പൂരിക്ക് ഞങ്ങൾ കളക്ഷനായിട്ട് പോയിരുന്നു, ഇൻസെക്റ്റ് കളക്ഷനായിട്ട്. അന്നേരം അവിടെ കാട്ടുപന്നിയെ കാണുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാട്ടുപന്നിയെ കാണുന്നത്. ഇന്ന് എൻ്റെ മുറ്റത്ത് നിറയെ കാട്ടുപന്നിയാണ് നാട്ടിൻപുറത്ത്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റങ്ങളുണ്ട്. അല്ലാതെ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, ഇപ്പം ഞങ്ങളൊക്കെ കർഷകർ തന്നെയാണ്. കഴിഞ്ഞ മുമ്പത്തോ അല്ല, അത് 2023-24 എനിക്ക് നല്ല വിളവ് കിട്ടി. 23 എനിക്ക് പാടം കൊയ്യാൻ പറ്റിയില്ല. ഞാനിവിടെ തിരുവനന്തപുരത്ത് നിന്ന് അവിടെ പോയപ്പോൾ ആയിട്ടില്ല, ഒരാഴ്ച കൂടി കാണാം. അതിനിടയ്ക്ക് ഒരു മഴ വന്നു. ഞാനൊരു നാടൻ വിത്താണ് ചെയ്തിരുന്നത്, ഇതൊക്കെ വീണു, ഉയരം കൂടിയതാണ്. പിന്നീട് എനിക്ക് 2-3 ദിവസം പോകാൻ പറ്റില്ല. പോയപ്പോഴേക്കും ഒരു 20 മൈലുകൾ അവിടെ ഒരാഴ്ചയായിട്ട് താമസമാണെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു. കാരണം ആൾക്കാരെ വെച്ച് കൊയ്യിക്കണമെങ്കിൽ നല്ല ചിലവുണ്ട്. ആ ചിലവ് ഒരിക്കലും കിട്ടില്ല. എൻ്റെ 90 നഷ്ടപ്പെട്ടു. ആ നാടൻ വിത്ത് നഷ്ടപ്പെട്ടു. നല്ല വിളവ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇക്കൊല്ലം ചെയ്യാൻ പറ്റിയില്ല. കണ്ടിന്യൂസ് മഴയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈൽഡ് കിട്ടാതിരുന്നത് 10-20 മൈലുകൾ അവിടെ കയറി മേഞ്ഞതുകൊണ്ടാണ്. വന്യമൃഗ ശല്യം തന്നെയാണ് ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ. ഇക്കൊല്ലം കൃഷി ചെയ്യാൻ പറ്റാതിരുന്ന കാലാവസ്ഥ പ്രശ്നമാണ്. എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ അവിടെയുള്ള കർഷകർക്ക് ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രാവശ്യം. കണ്ടിന്യൂസ് മഴയാണ്, വെള്ളമാണ് അത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നീട് ഇപ്പോഴേ പന്നിയുടെ ശല്യം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ നിറയെ കുറുക്കന്മാരുണ്ടായിരുന്നു. മയിലുണ്ടായിരുന്നില്ല. മയിൽ 92-ന് ശേഷമാണ് ഈ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ഇൻവേഡ് ചെയ്ത് വരുന്നത്. അതുവരെ മയിലൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴേ വീണ്ടും കുറുക്കന്മാരുടെ പോപ്പുലേഷൻ അവിടെ ചെറുതായിട്ട് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുള്ളത് മയിലിൻ്റെ പോപ്പുലേഷൻ താഴെ പോയി, പന്നിയുടെ പോപ്പുലേഷൻ വളരെ താഴെ പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ബാലൻസിങ് മെക്കാനിസം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വേറെ എന്തോ ആവട്ടെ, അത് മറ്റുള്ളവർ എന്താണ് ഈ പറഞ്ഞ KFR ശാസ്ത്രജ്ഞരോ ആരൊക്കെ വേണം അവരുടെയൊക്കെ പറഞ്ഞിരുന്നു ഇതൊന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ കേവലം വന്യമൃഗ സംഘർഷം കൊണ്ട് മാത്രമല്ല കേരളത്തിൽ കൃഷി കുറയുന്നത്, വേറെയും ഒരുപാട്. നാളികേരത്തിൻ്റെ ഈൽഡ് നോക്ക്. നാളികേരത്തിൻ്റെ ഈൽഡ് മലമേഖല അല്ലല്ലോ, തീരപ്രദേശത്ത് ഇടനാടിലാണ് ഏറ്റവും കൂടുതൽ നാളികേരം ഉള്ളത്. എന്താ ഇപ്പോൾ ഈൽഡ്? എന്താണ് പ്രശ്നം? അത് വന്യമൃഗ ശല്യം കൊണ്ടല്ല. കുരങ്ങൻ്റെയോ അതല്ലെങ്കിൽ വീണ നാളികേരം പന്നിയോ മുള്ളം പന്നിയോ പൊട്ടിക്കുന്ന വെച്ചൊരു പ്രശ്നമുണ്ട്. പക്ഷേ എങ്കിൽ പോലും നാളികേര കർഷകർക്കുള്ള പ്രതിസന്ധി ഒരിക്കലും വന്യമൃഗ സംഘർഷം കൊണ്ട് മാത്രമല്ല. അതായിട്ട് ചുരുക്കാൻ നോക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാട്ടിലെ കാര്യം പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയാണ്. പക്ഷേ ഇതിൽ ആരാണ് തീരുമാനം എടുക്കേണ്ടത്? ഈ പറയുന്ന 50 ചതുരശ്ര കിലോമീറ്ററാണ് കയ്യേറ്റ മേഖല എന്ന് പറയുന്നുണ്ട്. ഇത് കോടതി കൊടുത്ത കണക്കുകളും ഒക്കെ വേറെയുണ്ട്. എത്ര മേഖലയിലാണ് 77-ന് ശേഷമുള്ള കയ്യേറ്റങ്ങളുള്ളത്, അതെന്തുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നതിൻ്റെ ഉത്തരവൊക്കെ വനം വകുപ്പ് കൊടുത്തൊക്കെ ആധികാരിക രേഖയായിട്ട് അവിടെ കിടപ്പുണ്ട്. ഒരു വകുപ്പിന് മാത്രമായിട്ട് ചെയ്യാവുന്നതിനപ്പുറത്താണ് പ്രശ്നങ്ങൾ. അത് ശരിയായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. മറ്റു വകുപ്പുകളും എല്ലാം ഇതിലിടപെടി ഒരു കൂട്ടായ ഉത്തരവാദിത്വം വഹിക്കുക. കൃഷി വകുപ്പിന് ഉദാഹരണത്തിന്, പഞ്ചായത്ത് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ ചീഫ് വൈൽഡ് വാർഡൻ്റെ പവർ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒരുപക്ഷെ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു മൃഗത്തിനെ വെടിവെക്കാനോ അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനോ ട്രാങ്കുലൈസ് ചെയ്യാനോ ഒക്കെ ഉത്തരവിടാൻ ഒരു ഉദ്യോഗസ്ഥന് അധികാരമുള്ളൂ. അത് ചീഫ് വൈൽഡ് വാർഡനാണ്. ആ ചീഫ് വൈൽഡ് വാർഡൻ്റെ പവറാണ് ഡെലിഗേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് ആ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത്. ചില പഞ്ചായത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം ഭാഗത്ത് ധാരാളമായിട്ട് ഇതിന്
കൃഷി നശിപ്പിക്കാൻ ഇറങ്ങുന്ന പന്നികളെ കള്ള് ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ വഴിക്കടവ് കുറച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ഈ ഒരു സൗകര്യം പലരും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ പറയുന്നത് വെടിക്കാറില്ല എന്നുള്ളതാണ്. ഇതിന് വെടിവെക്കാൻ ആളില്ല, ഈ പറഞ്ഞ ചിലവൊന്നുമല്ല. ഒരു നാട്ടിൻപുറത്ത് കൃഷി നശിപ്പിക്കുന്ന ഒരു പന്നി ഉണ്ടെങ്കിൽ നേരെ വെടിക്കാരൻ വരുമ്പോഴേക്ക് പന്നി അവിടെ കാത്തു നിൽക്കില്ല. പിന്നെ അതിൻ്റെ പുറകെ പോകണം. 1, 2, 3 ദിവസത്തെ എഫേർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ കള്ളിയാൻ പറ്റുള്ളൂ. ഈ ഒരു സൗകര്യത്തെ ഇവിടുത്തെ ഒരു പരിസ്ഥിതി പ്രേമി എതിർത്തിട്ടില്ല. നാട്ടിൻപുറത്ത് കൃഷി സ്ഥലങ്ങളിൽ ഇത്തരം പന്നി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇതെല്ലാവർക്കും അനുഭവമുള്ളതാണ്. അപ്പോൾ ആ സൗകര്യം നമ്മൾ പഞ്ചായത്ത് വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെയുള്ളത് ഇപ്പോൾ ആൾക്കാരുടെ മരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആദിവാസി മേഖലകളിലാണ് ഇതുള്ളത്. ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കേട്ടതൊക്കെ ആദിവാസികൾ പ്രത്യേകിച്ചും ആനയുടെ ആക്രമണത്തിൽ മരിച്ചതായിട്ട്. അതിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ, ഞാൻ കൊടുക്കുന്ന ഒരു അലവൻസ് അതാണ്. മൃഗങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം നമ്മുടെ ചെയ്തികളാണ് ഇതിലേക്ക് നയിച്ചത്. അതുകൊണ്ട് മൃഗങ്ങൾക്ക് ഒരു ചെറിയ അലവൻസ് കൊടുക്കും. കണ്ട ഉടനെ വെടിവെക്കാനുള്ള ഒരു അധികാരത്തിന് വേണ്ടി അല്ല വേണ്ടത്. നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതിൽ നമുക്കറിയാം, AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആണ് ആദിവാസികളുടെ മുത്തങ്ങ സമരം. അത് കഴിഞ്ഞിട്ട് ആദിവാസി മഹാസഭയുടെ നേതൃത്വത്തിൽ CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട്. അന്നുണ്ടായ ഒരു അഗ്രിമെൻ്റാണ് ആദിവാസികൾക്ക് അവരുടെ കുറേ ഭൂമി അവർക്ക് ഭൂമി കൊടുക്കാം. അവരുടെ ഭൂമിയല്ല. നിയമം അങ്ങനെ ആയിരുന്നെങ്കിലും 93 നമ്മളിതൊക്കെ ഭേദഗതി ചെയ്ത് ആർക്ക് വേണ്ടിയാണ് ഭേദഗതി? ആദിവാസിയുടെ ഭാഗത്ത് നിന്നാണോ അത് ഭേദഗതി? ഒരിക്കലും അല്ല, ഒരിക്കലും ഞാൻ പറയില്ല ആണെന്നുള്ളത്. പക്ഷേ നല്ല തമ്പിത്തേരയുടെ കേസിൻ്റെ വിധി എന്താ സുപ്രീം കോടതിയുടെ? അത് ആരും മിണ്ടുന്നില്ലല്ലോ. ബാക്കി പല വലിയ നിയമപ്രശ്നങ്ങൾ പറയുമ്പോൾ നല്ല തമ്പിത്തേര കേസിൽ അവസാനം വിധിയൊന്നും അദ്ദേഹമില്ല, അന്നും മരിച്ചുപോയി. ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമിക്ക് എന്താ സംഭവിച്ചത്, എന്ത് ചെയ്യണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്? അതാരും മിണ്ടുന്നില്ല, ആരും നോക്കുന്നത്. നിയമം അവിടെ പ്രശ്നമല്ല. ഇവർക്ക് കൃത്യമായിട്ട് നഷ്ടപ്പെട്ട ഭൂമിയോ അവരുടെ ഇടമോ കിട്ടിയില്ല. പകരം ചില ഭൂമി കണ്ടെത്തി കൊടുക്കാൻ, അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. ആദിവാസിക്ക് അന്യാധീനപ്പെട്ട അവൻ്റെ അട്ടപ്പാടിയിലെ ആദിവാസിക്ക് കണ്ണൂർ ജില്ലയിൽ എവിടെയെങ്കിലും ഒരു ഭൂമി കൊടുത്തിട്ട് കാര്യമില്ല. അയാളുടെ ഒരു ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്, സാംസ്കാരിക ഒരു ഭൂമേഖല തന്നെയുണ്ട്. അവിടെയാണ് അവർ ജീവിച്ചിരുന്നത്. അവരെ പറ്റിച്ച് ഏതൊക്കെ തരത്തിൽ നിന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ആദ്യം സത്യം പറഞ്ഞാൽ ഒന്ന് റെക്കമെൻഡ് ചെയ്തത് മതികെട്ടാൻ മേഖല ആദിവാസിക്ക് വധിച്ചു കൊടുക്കുക എന്നാണ്. കാരണം ഈ CK ജാനുവിൻ്റെ ആയിട്ടുള്ള അഗ്രിമെൻ്റ് പ്രകാരം ചില മേഖലകൾ വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞു ആദിവാസി പുനരധിവാസനായിട്ട്. അത് തത്വത്തിലെങ്കിലും അവർ അവസാനം അംഗീകരിച്ചു. ശരിയെ അങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞാട്ട്. അപ്പോൾ പറഞ്ഞു വനം വകുപ്പ് അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയും അങ്ങനെയാണ് ചിന്നക്കനാൽ സമ്മതിക്കുന്നത്. ചിന്നക്കനാൽ അൺറിസർവ്ഡ് എന്ന് പറയുന്നൊരു മേഖല. 2 ഇതുണ്ട്. അത് വേറെ വലിയൊരു ഭൂമേഖലയാണ് മൂന്നാർ എന്ന് പറയുന്നത്, ഹൈ റേഞ്ച്, പഴയ ബ്രിട്ടീഷുകാരുടെ റേഞ്ച്. അതിൽ 2 സ്ഥലങ്ങൾ, പള്ളിവാസൽ അൺറിസർവ്ഡും അതുപോലെ ചിന്നക്കനാൽ അൺറിസർവ്ഡും വനം വകുപ്പിൻ്റെ നേരിട്ട ഒരു കൺട്രോളില്ല. പക്ഷേ അതൊരു വനമേഖലയാണ് താനും. അവിടെ ചിന്നക്കനാൽ അൺറിസർവ്ഡ് പതിച്ചു കൊടുക്കുക. അവിടെയാണ് 301 എന്ന് പറയുന്ന ഒരു മേഖല, 300ഓളം കുടുംബങ്ങൾക്ക് 1 ഏക്കർ വെച്ചെങ്കിലും കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഇത് ഒരു ആനത്താരയാണ്. സൂര്യനെല്ലി ഭാഗത്ത് നിന്ന് ആന ഇറങ്കൽ, സ്ഥലത്തിൻ്റെ പേര് തടാകത്തിൻ്റെ പേര് ആന ഇറങ്കൽ എന്നാണ്. ഈ ആന ഇറങ്കലിലേക്ക് ആനകൾ മൂവ് ചെയ്യും. നേരെ മതികെട്ടാനാണ് മുകളിൽ അവിടുത്തെ കയറി വരുന്ന ഒരു എലിഫൻറ്റ് കോറിഡോറാണ്. ആ കോറിഡോറിലാണ് കൊടുത്തത് സ്ഥലം ആദിവാസിക്ക്. വേറെ ഒരു സ്ഥലവും കണ്ടെത്തിയില്ല. അവിടെ ആനകളുമായിട്ട് ബന്ധമുള്ള പരിചയമുള്ള ആദിവാസികളല്ല, ഈ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആദിവാസികളാണ്. അവിടെ തൊട്ടപ്പുറത്തൊരു ടാങ്ക് കൂടിയുണ്ട്, മുതുവാന്മാരാണ് അവിടെ ഉള്ളത്. അവിടെ ആദിവാസികൾ താമസമുണ്ട്. അവർക്കൊരു പ്രശ്നമില്ല, സംഘർഷമില്ല. ഈ ആനകളുമായിട്ട് 36ഓളം ആനകൾ അന്ന് അവിടെ ഉണ്ട്. ആനയുടെ നമ്പർ വളരെ കുറഞ്ഞു. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ആ മേഖലയിൽ പലതും ചത്തുപോകുന്നുണ്ട് ആനകൾ. അവിടെ നിന്നാണ് നമ്മുടെ അരിക്കൊമ്പനെ പിടിക്കുന്നത്. ആ കൂട്ടത്തിലൊരു ആനയാണ് അരിക്കൊമ്പൻ. ഇന്ന് പിന്നെ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു പറയുന്നത് ആ കൂട്ടത്തിലുള്ള ആനകളാണ്. അപ്പോൾ ഈ കോറിഡോറിൽ സ്ഥലം കൊടുക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആൾക്കാർ. 35 പേരാണ് കൊല്ലപ്പെട്ടത്. 8ാമത്തെ ആൾ കൊല്ലപ്പെട്ട ദിവസം ഞാനവിടെ പോയിരുന്നു. ഈ ടാങ്ക് കൂടിയിൽ ഞാൻ പോയി. അപ്പോൾ അവർ പറഞ്ഞത്, സാറേ അവർക്കൊന്നും ഒരു പരിചയമില്ല ആനയായിട്ട്, ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങളുടെ ഇവിടെ ഒരാളെ ആന കൊന്നിട്ടില്ല, ഞങ്ങൾ എത്രയോ കൊല്ലമായിട്ട്. അവരത്തിൽ ആനയിറങ്കൽ ഭാഗത്ത് ഡാം കെട്ടി ആ റിസർവ് വന്നപ്പോൾ അവർ മാറ്റി പാർപ്പിച്ചവരാണ്. ടാങ്ക് കൂടി എന്ന് പറയുന്നത് അങ്ങനെയാണ് വന്നത്. തൊട്ടിപ്പുറത്തൊരു സിങ്ക് കണ്ടം എന്ന സ്ഥലമുണ്ട്. ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ അവിടുത്തെ ഒരു ആദിവാസി കൂടി, ചെറുപ്പക്കാരൻ കൂടി അടുത്ത കാലത്ത് കൊല്ലപ്പെട്ടു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ അവർ അരിക്കൊമ്പനെ തിരിച്ചു വേണമെന്ന് പറയുന്ന സമരം വരുന്നവരാണ്. അതുപോലെ വേറൊരു വലിയ മേഖലയാണ് നമ്മുടെ ഇരിട്ടിക്ക് അടുത്തുള്ള സ്ഥലത്തിൻ്റെ ആറളം ഫാം. ആറളം വലിയ ചരിത്രമുണ്ട്. സ്വകാര്യ വനഭൂമിയായിരുന്നു. വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് ഫാക്ടറിയുടെ മായനാജിയുടെ സ്വകാര്യ വനഭൂമി 71 വെസ്റ്റ് ചെയ്തു. ഒരു ഭാഗം ആറളം സാഞ്ചുറി ആയിട്ട് നമ്മൾ വർക്കായിരുന്നു. കൊട്ടിയൂർ എനിക്ക് അതിൻ്റെ ഭാഗമായിരുന്നു.
ഒരു ഭാഗം നമ്മളത് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റാണ്. ഭൂമിയില്ലാത്ത ആദിവാസികൾക്ക് വേണ്ടിയിട്ട് കൃഷിഭൂമി ആയിട്ട് തോട്ടങ്ങളായിട്ട് മാറ്റുന്നുണ്ട്. ഈ തോട്ടങ്ങളാക്കി മാറ്റിയ ഒരു സ്ഥലം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ പരാതിയില്ല, ആർക്കും പരാതിയില്ലാതെ ഏറ്റെടുക്കാവുന്ന ഒരു സ്ഥലം നമുക്ക് ആറളം ഫാം എടുക്കാമെന്ന് പറയും. ആറളം ഫാം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എലിഫൻറ്റ് കോറിഡോർ തന്നെയാണ്. ആനകൾ എന്നും കയറി ഇറങ്ങുന്ന ഒരു സ്ഥലം. അതാണ് ഈ പറയുന്ന ദൗർഭാഗ്യരായ ഈ ആദിവാസികൾ കൊടുക്കാണ്ട് തീരുമാനിച്ചത്. അവിടെ എത്തിയപ്പോൾ അവിടെ കാഷ്യൂ പ്ലാന്റേഷൻസ് ഉണ്ട് ധാരാളമായിട്ട്. അവർ നടത്തിയിരുന്നു ഏറ്റെടുത്തിട്ട് ആദ്യം വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് കഴിഞ്ഞ് അത് KFDCക്കും ഫാമിംഗ് കോർപ്പറേഷൻ കൈമാറിയപ്പോൾ അവർ കാശ് ഇട്ടിട്ടുണ്ട് ധാരാളമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ. അവിടെ ആദിവാസികളെ എംപ്ലോയ് ചെയ്ത് അവർക്ക് കാശ് ഉണ്ടാക്കാനും സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കാനും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അതെല്ലാം വിപരീത ഫലം ചെയ്തു. എല്ലാ ഫാമുകളും വട്ടുലിക്കായാലും കുച്ചണ്ടയ്ക്കായാലും എല്ലാം അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കാശുണ്ടാക്കിയതൊക്കെ വേറെ ആൾക്കാരാണ്. അതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ 2 പേര് 19 പേരെ കൊന്നിട്ടുണ്ടായിരുന്നു. 22 പേരെ ഒരു ഭാര്യയും ഭർത്താവിനെയും കൊന്നപ്പോഴാണ് 21 പേരെ ആ മേഖല ആദിവാസികൾ കൊല്ലപ്പെടുന്നത് ഇത്തരം മേഖലകളിലാണ്. അല്ലാതെ ആദിവാസികൾ കൊല്ലപ്പെടുന്നത് കുറവാണ്. മലമ്പണ്ടാരങ്ങൾ റാന്നി ഫോറസ്റ്റിനകത്ത് വനമേഖലയിൽ അകത്ത് താമസിക്കുന്നവരാണ്. അവരൊരു മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻറ്റാണ്. പെർമനൻ്റായിട്ട് വീടുണ്ടെങ്കിൽ ചെറിയ കുറച്ച് കാലം താമസിക്കും. അപ്പോൾ അവർ പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരോട്. അവർ നല്ല ആനത്താരയിൽ മാത്രമേ അവർ ഈ വീട് ഇവരുടെ കുടിയിൽ ചെറിയ ഷീറ്റൊക്കെ മറച്ച ഒരു സംഭവമാണ് താൽക്കാലത്തേക്ക്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞാൽ സാറേ അത് ആനയെ കണ്ട് വേണം, അത് മറ്റടുത്ത് കഴിഞ്ഞാൽ ആന ഇതുവഴി പോകുന്നില്ല. ഇത് ആന പോകുന്നതും വരുന്നതൊക്കെ നമുക്ക് കാണാം. കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം വേറെ ആനയെ പഠിക്കാനൊന്നും ഇല്ല എന്ന് പറയുന്നത്. ആനത്താരയിൽ തന്നെ അവർ താമസം ഉണ്ടാക്കുള്ളൂ. അവർക്കറിയാം ബാക്കി എന്തിടുന്നത്. അവരിൽ അധികം പേരൊന്നും അധികം കുഴപ്പമില്ല. ഒരു സംഭവം ഇപ്പോൾ നടന്നു വളരെ ദൗർഭാഗ്യകരമാണ്. പൊന്നമലമേടിൽ ഒരു ടൈഗർ ഒരാളെ ഫോറസ്റ്റ് വാച്ചറെ കൊന്നു. അയാൾ മലമണ്ടാരായിരുന്നാണ് പറയുന്നത്. പിന്നെ ഒന്ന് നടന്നത് ഈ കരുളായി സജി ഇവിടെയുണ്ട്. സജി ഇരുന്ന സ്ഥലമാണ് നിലമ്പൂർ. സൗത്ത് നിലമ്പൂരിൻ്റെ ഡിവിഷൻ കരുളായിൽ കാടിൻ്റെ അതിർത്തിയിൽ നിന്ന് കരുളായി അതിർത്തിയാണ്. അത് കഴിഞ്ഞ് 14 കിലോമീറ്റർ അകലെ അല്ലേ ഞങ്ങൾ നടന്നു പോകാറുണ്ട് മുമ്പ്. അന്ന് ജീപ്പ് പോലും കിട്ടില്ലായിരുന്നു. 14 കിലോമീറ്റർ അകലെയുള്ള ഒരു ആദിവാസി കോളനി എന്ന് പറയുന്ന ഉന്നതി ചോളനായ്ക്കന്മാരുടെ അവിടെ ഒരാളെ കൊല്ലപ്പെട്ടു. രാത്രി 11 മണിക്ക് അടുപ്പിച്ചാണ്. എങ്ങനെയാണ് 11 മണിക്ക് ഒരാൾ കൊല്ലപ്പെടുന്നത്? അവിടെ ഒരു ചോദ്യം ചോദിക്കുക, നമ്മുടെ ഭാഗത്തുനിന്ന് വല്ല പിഴവും ഉണ്ടായോ, കാട്ടിലൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുണ്ടായോ, അല്ലെങ്കിൽ ജാഗ്രത കുറവുണ്ടായോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നൊന്ന് കൂണ് പറിക്കാൻ പോയതാണ്. അതാ നിലമ്പൂർ ഈ ബൈ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അതും കാട്ടിനകത്ത് വെച്ച ഇൻറ്റീരിയർ ഫോറസ്റ്റ് ഈ ആദിവാസി ഒരാൾ കാട്ടിനകത്ത് മാഞ്ചേരി വെച്ച് കൊല്ലപ്പെട്ടതിനാണ് സൗത്ത് വയനാട് DFIയുടെ ഓഫീസൊക്കെ അടിച്ചു തകർത്തത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനാസ്ഥയ്ക്ക് വേണ്ടിയിട്ട്. അതൊക്കെ വെറും രാഷ്ട്രീയ ഗിമ്മിക്കായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് കോമ്പൻസേഷൻ്റെ കാര്യങ്ങളൊക്കെ കോമ്പൻസേഷൻ വളരെ തുച്ഛമാണ്. ഞാനത് ഒരിക്കലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് എല്ലാം ആയി എന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ല. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കൃഷിനാശത്തിൻ്റെ കണക്ക് കൃഷി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കോമ്പൻസേഷൻ കർഷകന് കിട്ടാൻ അർഹതയുണ്ട്. അത് കാലാവസ്ഥ പ്രശ്നം. ഇതിപ്പോൾ വനമേഖലയിലുള്ള വനമൃഗ ശല്യം കാരണമുള്ള കൃഷിനാശം മാത്രമല്ല, പുറത്ത് കിട്ടുന്നുണ്ടോ? കുട്ടനാട് കൃഷി മറ്റേ പെരുമഴ വന്നിട്ട് രാമങ്കരിലെയും ആർക്ക് പുളിങ്കുന്നിലെയൊക്കെ കൃഷി നശിച്ചു പോയാൽ കൃഷി വകുപ്പ് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇത് കേരളത്തിൽ എല്ലായിടത്തും ഉള്ളൂ, അവിടെ മാത്രമല്ല, വനമേഖലയിൽ മാത്രമല്ല. എവിടെയും കൃഷി നശിച്ചു കഴിഞ്ഞാൽ കർഷകന് ഒരു അംഗീകാരവും കിട്ടാത്തൊരു അവസ്ഥയാണ്. ഈ കണക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ നടക്കുകയും അവസാനം ഇവർ കാൽക്കുലേറ്റ് അവസാനം 265 രൂപ പാസ്സാക്കി കിട്ടുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അതൊക്കെ അപമാനകരമാണ്. അതിനേക്കാളും ബൃഹത്തായിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ കർഷകന് കോമ്പൻസേഷൻ കിട്ടുകയും അതുപോലെ തന്നെ ആരെങ്കിലും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ 10 ലക്ഷം കണക്ക് എല്ലാവർക്കും ഒരേ കണക്കല്ല. ആരാണ് കൊല്ലപ്പെട്ടത്, വയസ്സെത്രയാണ്, അയാൾ ജീവിച്ചിരുന്നെങ്കിൽ അയാൾ എത്രമാത്രം ആ കുടുംബത്തിൻ്റെ അത്താണി പോയി കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കൊണ്ട് എന്ത് കാര്യമുള്ളത്? അതല്ല. അപ്പോൾ അതിന് സാമ്പത്തിക പ്രശ്നമുണ്ട്. സാമ്പത്തികം ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പോൾ ഞാൻ അതുകൂടി പറഞ്ഞിട്ട് നിർത്താം എന്താണെന്നുള്ളത്. അത് വെക്കണം, നമ്മൾ മുമ്പോട്ട് വെക്കണം. ഗവൺമെൻറ് ഒന്ന് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ തുകയാണ് കൊടുക്കുന്നത്. അപമാനിക്കലാണ് ആൾക്കാരെ. അതുപോലെ കൃഷി നശിച്ചു കഴിഞ്ഞാൽ അവസാനം 205 രൂപ അവിടുന്ന് ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ 10 ഇരട്ടി അയാൾ ചിലവാക്കിയിട്ടുണ്ടാവും. യാത്ര ചെയ്യാനും സർട്ടിഫിക്കറ്റ് കൊടുക്കാനും വില്ലേജ് ഓഫീസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, കൃഷി വകുപ്പ് സർട്ടിഫിക്കറ്റ് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന അത് പോരാ. ഇന്നിപ്പോൾ അത് ഡിസാസ്റ്ററായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ മറ്റു പല സ്റ്റേറ്റുകളിലും ഇന്ത്യ ഗവൺമെൻറ് തന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അത് കേരളമാണ് തുടങ്ങി വെച്ചത്. നമ്മളതിന് പയനീറാണ്. വളരെ മുമ്പ് വരെ തുടങ്ങുകയും ഈ കാര്യങ്ങൾക്ക് കോമ്പൻസേഷൻ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കൂടി സഹകരണം ഉറപ്പാക്കുകയും ചെയ്തു. ഇപ്പോൾ ബാക്കി സംസ്ഥാനങ്ങൾ ഇത് അനുകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഈ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള കൃത്യമായിട്ടുള്ളൊരു സംവിധാനം വേണം. കൃഷി നശിച്ചു കഴിഞ്ഞാൽ ഇത്ര ദിവസം, അത് അടുത്ത കൊല്ലമൊന്നും കിട്ടിയിട്ട് കാര്യമില്ല, ഇത്ര ദിവസത്തിനകം കിട്ടണം. ഇത് ആൾക്കാർ
റെസ്പോണ്ട് ചെയ്ത് തെറ്റല്ല. റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ DFO 5 ലക്ഷത്തിന് ആദ്യത്തെ ചെക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് നന്നായി, അത് കുഴപ്പമില്ല. ആൾക്കാർ റെസ്പോണ്ട് ചെയ്യണം. കൃഷിയുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുകയും അതല്ലെങ്കിൽ ഒരു സംവിധാനം കൊണ്ടുവരികയും വേണം. അതിന് കോമ്പൻസേഷൻ എങ്ങനെ കൊടുക്കാം, എങ്ങനെ കാശ്, അപ്പോൾ ആയിരിക്കും സാമ്പത്തിക പ്രശ്നമായിരിക്കും. കാട്ടിനകത്ത് ഇപ്പോൾ തേക്കടി ആയാലും മൂന്നാറായാലും ബാക്കി ഏത് സാങ്ച്വറി ആയാലും ഒരുപാട് പേര് പോകുന്നുണ്ട് മൂന്നാർ പോകുന്ന കണക്ക്. ഇതിലൊക്കെ ഇവരൊക്കെ പലരും പോകുന്നത് തേക്കടി ആകുന്ന അവിടുത്തെ വന്യമൃഗങ്ങളെ കാണാനാകുന്നത്, മുട്ടി പോയിട്ട് ആനയെ കാണാനും ബാക്കി മൃഗങ്ങളെ കാണാനൊക്കെയാണ്. അപ്പോൾ ഈ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് വനം വകുപ്പ് എടുക്കുന്നത്. അകത്തിരിക്കുമ്പോൾ കൊള്ളാം, പക്ഷേ അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വനം വകുപ്പ് കുറ്റക്കാരനാണ്. അകത്തിരിക്കുമ്പോൾ പാട്ട് കൊടുക്കാനും ഒക്കെ വളരെ സന്തോഷം, ആ വനം വകുപ്പ് ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ വരുന്നവരുടെ ഒരു സെസ് പിരിക്കാം, ഒരു തുക. ഇപ്പോൾ 100 രൂപ കൊടുത്താണ് ടിക്കറ്റ് വാങ്ങിക്കുന്നത്, 50 രൂപ കൊടുത്താണെങ്കിൽ 2 രൂപ നിങ്ങൾക്ക് അല്ല അഡീഷണൽ സെസ് പിരിക്കാം. ഈ പോകുന്നവനൊക്കെ ഇത് വഹിക്കാൻ കഴിവുള്ളവനാണ്. 10 ലക്ഷം പേരോളമാണ് കേക്കട്ടി വരുന്നത്. നിങ്ങൾ 2 രൂപ വെച്ച് പിരിച്ചാൽ മതി ഒരാളിൽ നിന്നും. 20 ലക്ഷം രൂപ അത് 2 കൂട്ടിയാലും പ്രശ്നമില്ല, തീരുമാനിക്കണം. അതുപോലെ തന്നെ എക്കോ ടൂറിസം പോയിന്റുകളുണ്ട്, 20ലധികം എക്കോ ടൂറിസം പോയിന്റ്. 2000 തൊട്ട് 5000 രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ വരുന്നുണ്ട്, അവൻ്റെ അടുത്ത് 100 രൂപയും കൂടി വാങ്ങിച്ചൂടെ? ഇതൊക്കെ ആൾക്കാർ വരുന്നതും കാണുന്നത് ഈ വന്യമൃഗങ്ങൾ. ഈ വന്യമൃഗം ഒരു അതർ സൈഡ് ഉണ്ട്. ദർ ഈസ് ആൻ അതർ സൈഡ് ഓഫ് ദീസ് വൈൽഡ് ആനിമൽസ്. അതാണ് ഈ കൃഷി മേഖലയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഈ ആസ്വദിക്കുന്നവൻ തന്നെ അത് വഹിക്കണം. വനം വകുപ്പിന് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 രൂപ നിങ്ങൾ ഈ പറയുന്ന വന്യമൃഗ ഒരു നഷ്ടപരിഹാര സെസ് ഈ ഉത്തരവാദിത്തം എല്ലാവരും ഏൽക്കുന്ന ഒരു പരിപാടി. വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഉത്തരവാദിത്തം ഏൽക്കുകയാണ്. വന്യമൃഗ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് വിമർശനം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. തിരുവനന്തപുരം പട്ടണത്തിൽ ഇരിക്കുന്ന ഒരാൾക്കും അതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് ഏൽക്കണം. അതുപോലെ തന്നെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിൽ ആദ്യം കൊടുക്കുന്ന തുക കൊടുക്കുക, പിന്നീട് കണക്കാക്കുന്നത് ട്രൈബ്യൂണലിൽ വെച്ചിട്ട്. അപ്പോൾ വെഹിക്കിൾ ഇതിൽ എങ്ങനെയാണ് കണക്കാക്കുന്നത്, അതുപോലെ ട്രൈബ്യൂണലിൽ വെച്ചിട്ട് കുടുംബാംഗന മരിച്ചെങ്കിൽ ഈ 10 ലക്ഷം രൂപയൊന്നും കൊടുത്താൽ പോലും അത് കോടികളിലേക്ക് എത്തണം. 1-2 കോടി കൊടുത്താൽ പോലും അവർക്കത് കോമ്പൻസേഷൻ ആവില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു മാറ്റം വേണം. വെറുതെ ഇങ്ങനെ ഒരു കൃഷി നശിച്ചു 250 രൂപ പാസ്സാക്കിയിട്ടുണ്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട്, ഇതൊക്കെ ഒരു കളിക്കുന്ന പരിപാടിയാണ്. അതിനപ്പുറം കർഷകർക്ക് നാശം ഉണ്ടായിട്ടുണ്ട്, അതിന് കൃത്യമായിട്ട് കോമ്പൻസേഷൻ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് കർഷകർ കൂടി ഉത്തരവാദിയാണ്. ഇപ്പോൾ നേരത്തെ സണ്ണി പറഞ്ഞു ഈ കൃഷി, ഞാൻ ചോദിക്കട്ടെ, നേര്യമംഗലം ഫോറസ്റ്റിനകത്ത് ചേർന്ന സ്ഥലത്ത് പൈനാപ്പിൾ മാത്രമേ കൃഷി ചെയ്യൂ എന്നുള്ളത് വാശി പിടിക്കരുത്. പൈനാപ്പിൾ 5 കിലോമീറ്റർ അകലെ നിന്ന് ആനയെ കൊണ്ടുവരുന്നൊരു സാധനമാണ്. അപ്പോൾ അവിടെയൊക്കെ ചെറിയൊരു രീതിയിൽ ഏത് തരം കൃഷിയാവാം, ഏതൊക്കെ ഒഴിവാക്കാമെന്ന്. അപ്പോൾ അതും കൂടി നമ്മൾ ആലോചിക്കണം. സജികുമാർ സാറിലേക്ക് വരാം. കാരണം വനം വകുപ്പ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഒരു വശത്ത് അറിയാം. പക്ഷേ എന്നാൽ തന്നെയും പരാതികൾ അവസാനിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പം ഒരു സീനിയർ ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ സാറ് എന്താ പറയുന്നതെന്നോ? ശരത്ത് പറഞ്ഞ തുടക്കത്തിൽ തന്നെ വിഘടിച്ചു നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. കർഷകരും വനം വകുപ്പും അല്ല, ഒരുമിച്ച് നിൽക്കുകയാണ്. വനവകുപ്പ് എപ്പോഴും കർഷകരെ കൂടെ തന്നെയാണ് നിന്നത്. ഒരു പക്ഷേ അത് ആരും പ്രൊജക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തീവ്രയജ്ഞ പരിപാടി നമ്മൾ കൊണ്ടുവന്നത്. തീവ്രയജ്ഞ പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ മനുഷ്യ വന്യജീവി സംഘർഷം ഇത് ശാശ്വതമായിട്ട് പരിഹരിച്ചിട്ടില്ല, പരിഹരിക്കാൻ കഴിയുകയല്ല, ലഘൂകരിക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് വനം വകുപ്പ് പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു വരുന്നത്. ഒരുപക്ഷെ നേരത്തെ നമ്മൾ ചില ആൾക്കാർ ചെയ്യുകയും അത്ര നല്ല രീതിയിൽ അല്ലെങ്കിൽ എല്ലാവരിലും എത്താത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചത് കൊണ്ട് ഒരുപക്ഷെ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. മറിച്ച് കഴിഞ്ഞ 45 ദിവസങ്ങൾക്ക് ആയിട്ട് നമ്മൾ തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിന് വന്നോട് ശേഷം തന്നെ ചില ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ഇല്ലയെന്ന് പറയില്ല. കാരണം സെൻസേഷൻ ന്യൂസ് പലതും കുറഞ്ഞു വന്നിട്ടുണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, 1862 നമ്മൾ കോഫി പ്ലാന്റേഷൻ തുടങ്ങാനായിട്ട് വനം വിട്ടുകൊടുക്കാൻ തുടങ്ങിയിരുന്നത്. കോഫി വന്നു, സിങ്കോണ വന്നു, അതിനുശേഷം തേയില വന്നു, പിന്നീട് റബ്ബർ വന്നു. നമ്മൾ കർഷകരെ ഈ കൃഷി നശിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, നേരത്തെ ഈ കർഷകർ ഇവിടെ വന്ന് കൃഷി ചെയ്യുന്ന സമയത്തും വന്യജീവി സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയായിരുന്നു അന്ന് അവരിത് ചെയ്തിരുന്നത് നോക്കണം. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പി വത്സലയുടെ നെല്ല് എന്ന നോവൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവർ ഉറക്കൊഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, കാത്തിരുന്നത്.
അങ്ങനെ ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്നില്ല. ഇത് എല്ലാം കൂടെ വനംവകുപ്പിൻ്റെ കുറ്റമാണെന്ന് പറയുന്നത് അത് കണ്ണടച്ചിരുട്ടാക്കല്ലെന്നാണ് എനിക്ക് പറയുന്നുള്ളൂ. മറിച്ച് വനംവകുപ്പ് മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കർഷകരും ഒരുമിച്ചിരുന്നാണ് നമ്മളിതിന് പരിഹാരം കാണുന്നത്. അതല്ലാതെ വനംവകുപ്പിനെ മാത്രം ശത്രുപക്ഷത്തിലിരുത്തുകയും ബാക്കി എല്ലാവരും ചെയ്യുന്ന എല്ലാം ഇവർ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത് അത് നല്ല ഒരു നിലപാടല്ല. അങ്ങനെ ഇതിന് പരിഹാരത്തിന് എത്തുകയില്ല. ഒരു കാര്യം. ഇനി നമ്മൾ തീവ്രയജ്ഞ പരിപാടിയിൽ ആദ്യം നമ്മൾ പറഞ്ഞത് മിഷൻ 10 മിഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ മിഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ്, ഫോഡർ, വാട്ടറാണ്. ഭക്ഷണം, അതുപോലെ തന്നെ വെള്ളം, ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. രണ്ടാമത്താണ് ആദിവാസികളാണ് ശരിക്ക് നമ്മുടെ ആദിമ മനുഷ്യർ. അപ്പോൾ അവരെടുത്തുനിന്ന് അവരാണ് കാടുമായിട്ട് ഇടപഴകി ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ കുഞ്ഞുമാഷ് പറഞ്ഞോണം തന്നെ വളരെ അപൂർവമായിട്ട് ഒരു ആദിവാസി വന്യജീവിയുടെ ആക്രമണത്തിൽ മരിക്കുന്നുള്ളൂ. അതിന് ചില കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ആറളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഞങ്ങൾ രാത്രി പോയിട്ട് ഒരു ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അവിടുത്തെ ആദിവാസി കുടിലിൽ പറഞ്ഞിട്ട് പോലും അമ്മയും മോനും തമ്മിൽ വഴക്കിട്ട് അമ്മ പുറത്തേക്ക് പോയപ്പോൾ ആനേൻ്റെ മുന്നിലാണ് പെട്ടത്. അങ്ങനെയൊക്കെ ആദിവാസികൾ മരിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, ദുഃഖകരമാണെങ്കിൽ പോലും അങ്ങനെയാണ്. അല്ലാത്ത ആൾക്കാർ ഞാൻ അവിടെ ആറളത്തുള്ള സമയത്ത് തന്നെ 3 മാസത്തിനുള്ള 5 പേര് മരിച്ചിട്ടുണ്ട്. ഈ 5 പേര് മരിച്ചത് എങ്ങനെയാണെന്നുള്ളത് അത് ഒരാൾ പോലും എന്താ പറയുക ആനേൻ്റെ അവരുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് ആന ഇറങ്ങുമ്പോൾ പേടിച്ച് വന്ന സമയത്ത് ആനേനെ കണ്ട് ഓടിയിട്ട് പോയിട്ട് മരിച്ച ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം ഉള്ളത്. എന്തായാലും മരണം തന്നെയാണ്, നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ അത്തരം പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ട. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തീവ്രജ്ഞത. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ആദിവാസികളുടെ അറിവുകൾ നമ്മൾ ശേഖരിച്ചുകൊണ്ട് ഒരുപാട് അറിവുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മിഷൻ ഗോത്രബേരി എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് അങ്ങനെയാണ് നമുക്കുള്ളത്. അപ്പോൾ അവർ തന്നെ ആദിവാസികൾ എങ്ങനെയാണ് ഇത്തരം മൃഗങ്ങളെ എതിരിടുന്നത് അല്ലെ അതിൻ്റെ രക്ഷ നേടുന്നത് കുറേ അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ അറിവുകളാണ് നമ്മളിപ്പം കൊണ്ടുവന്ന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. കുറേ അറിവുകൾ നമ്മളത് ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈമറി റെസ്പോൺസ് ടീമാണ്. മിഷൻ പ്രൈമറി റെസ്പോൺസ് ടീം എന്ന് വെച്ചാൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം എങ്ങനെയാണ് അത് റെസ്പോൺസ് അതിലേക്ക് ആൾക്കാർ എത്തിപ്പെടുക എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ആറളത്തുള്ള സമയത്ത് ഞങ്ങളവിടെ ഈ ആന ഇറങ്ങുന്ന സമയത്ത് ഈ ആദിവാസികൾ നടക്കുന്ന വഴികളിലൊക്കെ ഞങ്ങൾ അലാം വെച്ചിരുന്നു. അലാം വെച്ചിട്ട് അവിടെ എന്താണെന്ന് വെച്ചാൽ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ മെസ്സേജ് പോയി ആ മെസ്സേജ് SMS പോയി കഴിഞ്ഞാൽ ബൾക്കായിട്ട് SMS വാങ്ങുകയും വെച്ചാൽ അവിടെ റെഡ് ലൈറ്റ് കത്തുമായിരുന്നു. ആര് വന്നാലും അവിടെ ആ റെഡ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ, സ്ട്രീറ്റ് ലൈറ്റിൽ റെഡ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ അങ്ങോട്ട് പോകണ്ട, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറിലേക്ക് വിളിക്കുകയും നമ്മളെ രക്ഷപ്പിടിച്ച് വണ്ടിയിൽ കൊണ്ടാക്കിയിരുന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് സോളാറിൽ വെച്ചിരുന്ന അതിൻ്റെ ബാറ്ററി ആരോ അടിച്ചുകൊണ്ട് പോയി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അത് വനവകുപ്പിൻ്റെ കുറ്റമല്ല, മറിച്ച് ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളൂടി ഉണ്ട്. പിന്നെ അഞ്ചാമത്തായിട്ട് റിയൽ ടൈം മോണിറ്ററിംഗ് ആണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ പ്രശ്നമുള്ള സ്ഥലത്ത് നമ്മൾ ക്യാമറ വെച്ചിട്ട് റിയലായിട്ട് എവിടേക്കാണ് ഇത് വരുന്നതെന്നും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റൊരു മിഷൻ എന്ന് പറഞ്ഞാൽ ആറാമത്തേതായിട്ട് നമുക്ക് വരുന്നത് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്താണ് ഇതിൻ്റെ പ്രശ്നം, എങ്ങനെയാണ് പ്രശ്നം, എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഇത് നമുക്ക് ലഘൂകരിക്കാൻ പറ്റും. അപ്പോൾ ജനങ്ങളെ സെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു മിഷൻ. മറ്റൊന്നായിട്ട് ഇതിൻ്റെ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം വന്നതുകൊണ്ട് തന്നെ ഒരു സംശയം വേണ്ട, മനുഷ്യൻ്റെ സ്വഭാവത്തിലും മാറ്റം വന്നിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും മൃഗങ്ങളുടെ സ്വഭാവത്തിലും മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. അപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നോ മൃഗങ്ങൾ എന്താ പറയുക പ്രതികരിച്ചിരുന്നതോ അതിന്ന് മാറ്റമായിട്ട് എങ്ങനെ ഇപ്പം പ്രതികരിക്കും എന്നുള്ളത് അത് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ അറിഞ്ഞേ മുന്നോട്ട് പറ്റുള്ളൂ. ഇപ്പോൾ കുഞ്ഞുമാഷ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും നെല്ലുണ്ടാക്കുന്ന ആളാണ്.
നമ്മൾ നെല്ലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, കർക്കിടക മാസത്തിൽ പകുതി ആകുമ്പോഴേക്ക് അവൻ്റെ ഇത് വരുന്ന സമയത്ത് നമ്മൾ ഇത് ചെയ്യും, എന്താ പറയുക, ഞാറ് നടുന്നുണ്ട്. ചിങ്ങമാസത്തിൽ നമ്മൾ കുറച്ച് കൃഷി ചെയ്യും. അങ്ങനെ നടന്ന് ചിങ്ങത്തിലൂടെ കഴിഞ്ഞു. പിന്നെ തുലാമാസത്തിൻ്റെ ആ അവസാനത്തെ മഴയുടെയും കിട്ടിക്കഴിയുമ്പോഴേക്കും ഇത് നല്ല വിളവെടുത്ത് എന്ത് ചെയ്യുന്നു, അത് പിന്നെ വളർന്നു വന്ന് പിന്നെ വെയിലിൽ കതിരിട്ട് നമ്മൾ കന്നിമാസത്തിൽ അത് കൊയ്ത് കൊണ്ടുവരികയും ചെയ്യും, അല്ലെ മേടമാസത്തിലേക്ക് കൊയ്യാൻ പോകും. പക്ഷേ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്, നമുക്ക് കർക്കിടകത്തിൽ മഴ കിട്ടുന്നില്ല, നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അനുഭവിച്ചവനാണ്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. എന്നാലും കൃഷി ആയിട്ടില്ല, നമ്മുടെ സിസ്റ്റം മാറിയിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൃഗങ്ങളുടെ സ്വഭാവത്തിനും കൃഷിക്കാരുടെ അല്ലെ കൃഷിയുടെ സ്വഭാവത്തിനും അതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോക്കിനും നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പഠിക്കേണ്ടി വരും. പിന്നെ ഒന്നാണ് പിന്നെ നമ്മുടെ നാടൻ കുരങ്ങ്, ബോണറ്റ് മക്കാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ബാക്കി എന്ത് ചെയ്താലും ശരി, കിടങ്ങ് കുഴിച്ചാലോ അല്ലെങ്കിൽ വേലി കെട്ടിയാലോ ഒന്നും കുരങ്ങിന് യാതൊരു തടസ്സമില്ല, അവൻ ചാടി പോകുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് കേന്ദ്ര നിയമത്തിൻ്റെ മാറ്റം അനിവാര്യമാണ്. അതിന് നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മറ്റൊന്നാണ് നമ്മൾ പിന്നെ പന്നിയുടെ കാര്യങ്ങൾ. പന്നീൻ്റെ കാര്യത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച മുക്കം മുനിസിപ്പാലിറ്റി ചെയ്തൊരു കാര്യമുണ്ട്. അവിടെ ഷൂട്ടർമാരെ കിട്ടാത്തതുകൊണ്ട് അവരെന്ത് ചോദിച്ചാൽ കുറിച്ചന്മാരെ കൊണ്ടുവന്നു വയനാട്ടിൽ പോയിട്ട്. കുറിച്ചന്മാർ അമ്പും വില്ലും എടുത്തിട്ടാണ് പിന്നെ കൊയ്ത് പിന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ മൃഗങ്ങളെ കൊല്ലുന്നത്. 19 പന്നികളെയാണ് ഒറ്റ ദിവസം കൊണ്ട് അവർ അമ്പ് ചെയ്ത് കൊന്നിട്ടത്. അത് മുക്കം മുനിസിപ്പാലിറ്റി ചെയ്തതാണ്. പക്ഷേ അവർക്കുള്ളിൽ പേടിയുണ്ട്, അത് വെടിവെക്കാത്ത പ്രശ്നം കേസ് വരിക എന്നുള്ള ഇപ്പോഴത്തെ ചെയർമാന് പ്രശ്നമുണ്ട്. അങ്ങനെ ഇതുണ്ട്. പക്ഷെ അതൊന്നും ഇല്ല, നിയമത്തിൽ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അമ്പും വില്ലും ഉപയോഗിക്കേണ്ട എന്ന് നിയമത്തിൽ പറയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അതിന് നിങ്ങൾ ഷൂട്ടർമാരെ കാത്തിരിക്കൊന്നും വേണ്ട. അപ്പോൾ ഒരാളെ വെടിവെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പന്നിയെ വെടിവെച്ചാൽ വെടിവെച്ച് കൊല്ലണവന് അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലുന്നവന് 1500 രൂപയാണ് ഇപ്പോൾ കിട്ടുന്നത്. അത് മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2000 രൂപയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പന്നിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സർക്കാർ ചിലവഴിക്കണം 3500 രൂപയാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതിനും വനം വകുപ്പിനെ പഴി പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് പിന്നെ സർപ്പയാണ്. ഇപ്പോൾ നമ്മൾ വന്യജീവികൾ ആക്രമിച്ച് അല്ലെങ്കിൽ അവരുടെ കൊണ്ട് ജനങ്ങൾ മരിച്ചു അല്ലെങ്കിൽ ആൾക്കാർ മരിച്ചു പറയുമ്പോൾ അതിൽ ഏകദേശം 80% പാമ്പ് കടിയേറ്റാണ് മരിക്കുന്നത്. ഈ പാമ്പ് കടി ഏറ്റ് മരിക്കാന്ന് വെച്ചാൽ എനിക്കറിയാം, പിന്നെ പാലക്കാട് ഒരു പിന്നെ വീട്ടിൽ ഒരു പിന്നെ എന്താ പറയുക ഇതുണ്ടെന്ന് പറഞ്ഞു, പിന്നെ മലമ്പാമ്പ് വീണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സ്റ്റാഫ് വീട്ടിൽ പോണ സമയത്ത് അവനെ ഇറങ്ങി വന്നു. അവന് വലിയ ട്രെയിനിങ് ഒന്നും കിട്ടാത്തായിരുന്നു. പക്ഷേ അവൻ്റെ ധൈര്യത്തിൽ പോയി പിടിച്ചു. പക്ഷേ അത് പിന്നെ പെരുമ്പാമ്പല്ലായിരുന്നു, മറ്റേ എന്താ പറയുക വൈപ്പറാണ്, സോസ്കെയിൽഡ് വൈപ്പറായിരുന്നു. അത് കടിച്ചു തൃശ്ശൂർ എത്തിപ്പിച്ചോൾക്ക് മരിച്ചുപോയി. കാരണം ഇവിടെ അതിൻ്റെ ആൻറ്റിവെനം പാലക്കാട് കിട്ടാനില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മൾ സർപ്പ എന്ന് പറഞ്ഞ ആപ്പ് ഇപ്പം 6ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സർപ്പ എന്ന ആപ്പ് കൊണ്ട് വന്നതോട് കൂടിയിട്ട് നമ്മൾ ഇപ്പം 124 നിന്ന് മരണം വെറും 30 എത്തി. നമ്മുടെ പ്രതീക്ഷ അത് പാമ്പ് അടിച്ച് ആരും കേരളത്തിൽ മരിക്കരുത് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ടാണ് വനം വകുപ്പ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് വനം വകുപ്പിന് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല, അതിന് ബാക്കിയുള്ള ആൾക്കാരുടെ സഹായ സഹകരണം വേണം. കാരണം ഇത് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാ CHSയിലും ആൻറ്റിവെനം സപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ 10 പിന്നെ മിഷൻ കൊണ്ടാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും അത് നല്ല എഫക്റ്റീവ് തന്നെയാണ്. ജനങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ശരി, ജനങ്ങൾ സ്വീകരിച്ച കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലഘൂകരണം ഒരു പരിധി വരെ വന്നിട്ടുണ്ട്. അതിൽ സാറ്റിസ്ഫൈഡ് അല്ല വനം വകുപ്പ്, മറിച്ച് അത് ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ പറയണത്. കുഞ്ഞികൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ പലപ്പോഴും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങളിൽ കൃഷി വകുപ്പ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നതെന്നുള്ളതിനെക്കുറിച്ച് അധികം ചർച്ചകൾ നടക്കാറില്ല. ഇപ്പം കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതിനിധീകരിച്ച് സെലീന മാഡം എന്താണ് പറയാൻ? മനുഷ്യ വന്യജീവി സംഘർഷം
കൊണ്ട് മാത്രമല്ല കൃഷി നഷ്ടമെന്ന് സാറ് പറഞ്ഞതും അംഗീകരിക്കുന്നു. പക്ഷേ അതൊരു കാരണമാണെന്നുള്ളത് നിഷേധിക്കാനും വയ്യ. കാരണം നമ്മളുടെ ഫീൽഡ് ലെവലിൽ നമുക്കറിയാം, ഇടുക്കി, വയനാട് പോലുള്ള ജില്ലകളിൽ നമ്മൾ പണ്ട് വാഴയും കുരുമുളകും ഒക്കെ ചെയ്തിരുന്ന പഞ്ചായത്തുകളിൽ അവിടുന്ന് അപേക്ഷകൾ കുറയുകയും വിസ്തൃതി വ്യാപനം എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് SHM മുഖേന. അപ്പം നമ്മൾ അപേക്ഷകൾ കുറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ അന്വേഷണവുമായിട്ട് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അവിടെ കൃഷി ചെയ്താൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾ ഇത് നിർത്താൻ പോവുകയാണ്. അതുപോലെ ഈ വന്യമൃഗ ആക്രമണം കുറയ്ക്കുന്ന ഏതെങ്കിലും ക്രോപ്പുകളുണ്ടോ, വിളകളുണ്ടോ എന്നൊക്കെ നമ്മളുടെ അന്വേഷണമൊക്കെ നേരിട്ട ആൾക്കാരാണ് നമ്മളുടെ ഫീൽഡ് ലെവലിലെ ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് അത് ഒരു കാരണമാണ് വന്യമൃഗ ആക്രമണം കൃഷിയിൽ നിന്ന് കർഷകരെ മാറ്റി നിർത്താൻ നിന്ന പല ഘടകങ്ങളിൽ ഒരു ഘടകമാണ് എന്ന് നിസ്സംശയം പറയാം. അത് അംഗീകരിക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ കൃഷി വകുപ്പ് ഇതിൽ ചെയ്തിരിക്കുന്ന കാര്യം, ഇത് നമ്മളൊരു 4 വർഷമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വന്നു. ഈ പറഞ്ഞ പോലെ ഫീൽഡ് ലെവലിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ അറിവുകളാണ് കൃഷി കുറയുന്നത്. ഇങ്ങനെ ഈ കാരണം കൊണ്ടും കൃഷി കുറയുന്നുണ്ട് എന്ന് നമുക്കൊരറിവ് കിട്ടിയപ്പോൾ കൃഷി വകുപ്പ് ചെയ്ത് 23-24 മുതൽ കൃഷി വകുപ്പ് ഒരു പദ്ധതി ഏറ്റെടുത്തു. നമ്മൾ സാധാരണ അതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ചെയ്തു വന്ന സൗരോർജ്ജ വേലി, തൂക്ക് സൗരോർജ്ജ വേലി, ആനക്കിടങ്ങ്, ഇതൊക്കെ ശരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്തു വന്നിരുന്നത്. പക്ഷേ നമ്മൾ ഈ കർഷകരുടെ ഇത് നമ്മളെക്കാലാവുന്ന വിധം അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ സംസാരിച്ചു. അവിടെയും ഇതുപോലെ സംയോജനങ്ങൾ നടക്കുന്നില്ല എന്ന് ഒരു പരിധിവരെ ധരിച്ചു വച്ചിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു 3 വർഷമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്ഥിരം ഒരു ജില്ലയുടെ അധികാരിയായിരുന്നപ്പോഴും ഞാൻ സംസാരിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒന്നുചേർന്ന് പദ്ധതികളുണ്ടാക്കി നമ്മളങ്ങനെ ഈ 3 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 50 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി. ഈ 23, 24, 24, 25, 25, 26 ഈ 3 വർഷങ്ങളിലെ 2 പദ്ധതികളായി, ഒന്നൊരു RKVY എന്ന് പറയുന്ന ഒരു പദ്ധതി, രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന് പറയും, പിന്നെ ഒന്നൊരു ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി. അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെൻറ്റിൽ ഞങ്ങൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒച്ചിനും പിന്നെ അതുപോലെ വെട്ടുക്കിളിക്കും അല്ലെ ചെറിയ ചെറിയ പെസ്റ്റുകളെ, കീടങ്ങളെ തുരത്താൻ വേണ്ടി ഞങ്ങൾ വകമാറ്റി വെച്ചിരിക്കുന്ന തുകയാണത്. അത് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു ബൃഹത്തായ ഒരു സൗരോർജ്ജ വേലി പദ്ധതി, ആനക്കിടങ്ങ്, ഇവയിലേക്കൊക്കെ ഞങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കർഷകൻ്റെ ആ പൾസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ഫോറസ്റ്റ് സഹായിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം ഈ പദ്ധതികൾ നടപ്പിലാക്കിയത് ഞങ്ങൾ ഫോറസ്റ്റ് മുഖേനയാണ്. അത് തോളോട് തോൾ ചേർന്ന് നിന്നാണ് ഈ 3 വർഷവും ഞങ്ങളിപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പദ്ധതികൾ ഫോറസ്റ്റിനെ കൊണ്ടാണ്. കാരണം ഈ വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിലെ പഞ്ചായത്തുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാരണം ഇത് നമ്മൾ ഈ 50 കോടി എന്ന് പറയുമ്പോഴും കുറച്ച് ഏരിയയെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ഏരിയയിലെ കുറച്ച് മാത്രം വിസ്തൃതിയിലേ നമുക്കിതിനൊക്കെ തടയിടാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഏറ്റവും വൾണറബിളായിട്ടുള്ള ഏരിയ എവിടെയാണ്, ഏറ്റവും ആൾക്കാർക്ക് ബാധിച്ചിട്ടിരിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് ഫോറസ്റ്റിൽ നിന്ന് തന്നെ അതൊരു ജില്ലാതല കമ്മിറ്റിയുണ്ട്. ഓരോ ജില്ലകളിലൊരു ജില്ലാതല സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുണ്ട്, അതുപോലെ തന്നെ ജില്ലാതല കമ്മിറ്റിയുണ്ട്. ജില്ലാതല കമ്മിറ്റിയിലാണ് അതായത് കളക്ടർ, അതിൻ്റെ കളക്ടർ അതിനകത്തുണ്ട്, അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, ഫോറസ്റ്റിൻ്റെ ജില്ലാധികാരിയുണ്ട്, അതുപോലെ കൃഷി വകുപ്പിൻ്റെ ജില്ലാധികാരിയുണ്ട്. ഇവരുടെ എല്ലാം അതായത് പിന്നെ പൊതുപ്രവർത്തകരും ഉണ്ട്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുണ്ട്, ജില്ലയുടെ അധികാരിയായ കളക്ടറുമുണ്ട്. ഇവരെല്ലാം ചേർന്ന് ഇരുന്ന ഒരു കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ഇതേത് ഭാഗത്താണ് ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വളരെ സുതാര്യമായ രീതിയിൽ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുകയും പദ്ധതി തയ്യാറാക്കാനായിട്ട് പദ്ധതി കൃഷി വകുപ്പ് തയ്യാറാക്കും. അതിൻ്റെ എസ്റ്റിമേറ്റും മറ്റു കാര്യങ്ങളും തയ്യാറാക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ചുമതലപ്പെടുത്തും. എന്നിട്ട് വീണ്ടും അതൊരു സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി വെച്ച് അത് അംഗീകാരം മേടിച്ച് നമ്മളിപ്പം ഞങ്ങൾ
ആലപ്പുഴ, പത്തനംതിട്ട ഒഴികെയുള്ള 8 ജില്ലകളിലെ നമ്മൾ 23, 24, 24, 25 വർഷങ്ങളിലായിട്ട് നമ്മളത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 25, 26 8 ഡിസ്ട്രിക്റ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമുക്ക് നമ്മൾ അറിഞ്ഞിടത്തോളം, കർഷകൻ്റെ വേദന അറിഞ്ഞിടത്തോളം കാലം ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് കൃഷി വകുപ്പിനെ ബോധ്യപ്പെട്ട് നമ്മൾ ഏറ്റെടുത്ത ഒരു കാര്യം. അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൃഷി വകുപ്പ് സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്ത് പറയേണ്ടത് അവിടുത്തെ കർഷകരെ തന്നെയാണ്. നമ്മളിപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ ആനത്താര അങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കണം അറിയാലോ. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അതിനകത്തുള്ള സാങ്കേതികത്വം വളരെ കുറവാണ്. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരും അതുപോലെ പൊതുജനങ്ങളും, നമ്മളിപ്പോൾ ഏത് പഞ്ചായത്തിലെ ആണോ ഏതൊരു ഏരിയയിലാണോ ചെയ്യുന്നത്, അവിടുത്തെ കർഷക സമൂഹം ഒന്നടങ്കം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ നടത്തി കാണിച്ച്, ഞങ്ങളൊരു ട്രാൻസിറ്റ് വാക്കെന്നൊക്കെയാണ് അതിന് പേരിട്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ് സ്ഥലം എന്നൊക്കെ അറിയാൻ. അതിനകത്ത് വളരെ ഉത്സാഹത്തോടെ അവർ നടത്തി നമ്മളെ കാണിച്ചു തന്ന് ഓരോ കമ്മിറ്റി വിളിക്കുമ്പോഴും എനിക്ക് ഏറ്റവും അതിനകത്ത് വളരെ സന്തോഷകരമായി എടുത്തു പറയാനുള്ളത്, ഞാൻ ഇരുന്ന ഒരു ജില്ലയിലെ ജില്ലാധികാരിയായിട്ടിരുന്നൊരു ജില്ലയിലെ ആൾക്കാരെ വോളണ്ടറിയായിട്ട് ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, സാറേ നമ്മൾ ഇപ്പോൾ ഈ ഹാങ്ങിങ് സോളാർ ഫെൻസിങ് ഒക്കെ ആണെങ്കിൽ ഒരു 15 ദിവസം നോക്കാതെ കടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ട്രെയിലറൊക്കെ കയറി അത് കട്ടായിപ്പോവും. അവർ പറഞ്ഞു, അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, ഈ മെയിൻ്റനൻസ് ആര് നടത്തും എന്ന് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുമോ എന്നറിയാൻ ഞങ്ങൾക്ക് ഫണ്ടില്ല, ഉള്ളതിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്നെടുത്ത് നമ്മൾ കൊടുത്ത ഫണ്ടാണത്. അപ്പം ഇത് ചെയ്യുമോ എന്നറിയാൻ നമ്മൾ ആകാംക്ഷയോട് ഇങ്ങോട്ട് ചോദിച്ചു വരുമ്പോൾ അവിടുത്തെ പൊതുജനങ്ങൾ തന്നെ പറയുന്നു, അതിനകത്ത് സാറ് പേടിക്കണ്ട, നിങ്ങളാരും പേടിക്കണ്ട, ഞങ്ങൾ ടേണായിട്ട് ഞങ്ങൾ ചെയ്തോളാം, 15 ദിവസം കൂടും 15 ദിവസം അത്ര. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർഷകൻ ആഗ്രഹിക്കുന്നു, വളരെയധികം ആഗ്രഹിക്കുന്നു ഒരു പരിഹാരം. ആരൊക്കെ തമ്മിൽ സംയോജിച്ച, ഏത് വകുപ്പുകൾ തമ്മിൽ സംയോജിച്ചിട്ടാണോ, ഏത് വ്യക്തികൾ തമ്മിൽ സംയോജിച്ചിട്ടാണോ ഒരു പരിഹാരം കർഷകനുണ്ടാവണമെന്ന് അവൻ കൃത്യമായി ആഗ്രഹിക്കുന്നു എന്നാണ് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, കൃഷി വകുപ്പിൻ്റെ നമ്മളുടെ ഈ 1076 പഞ്ചായത്തുകളിലേക്ക് നമ്മൾ കൃത്യമായൊരു നിർദ്ദേശം കൊടുത്തു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഒരു പഞ്ചായത്തിന് കൊടുക്കുന്നതിൻ്റെ 40% തുകയും ഉൽപ്പാദന മേഖലയിലാണ് ചെലവഴിക്കപ്പെടുന്നത്. അത് ചിലപ്പോൾ ചില സമയങ്ങളിൽ അത് പാലിക്കപ്പെടാതെയൊക്കെ വരുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നല്ല സ്ട്രിക്റ്റായിട്ടൊന്ന് മോണിറ്റർ ചെയ്ത് നമ്മൾ പറഞ്ഞു, ഇതുപോലെ വനാതിർത്തി പങ്കിടുന്ന ജില്ലകളിലും അതുപോലെ ഈ വന്യമൃഗങ്ങൾ കൃഷിയെ നശിപ്പിക്കുന്ന സ്ഥലങ്ങളിലും നിങ്ങൾ ഇതിനുവേണ്ടി പ്രൊജക്റ്റ് വെക്കണം. എറണാകുളം ജില്ലയിലൊക്കെ വെച്ചിട്ടുണ്ട്, അത് സക്സസ്ഫുള്ളായിരുന്നു. കർഷകരത് നേരിട്ട് ചെയ്തിട്ടുണ്ട്, പരിചയമുള്ള പഞ്ചായത്തുകൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് റിപ്ലിക്കേറ്റ് ചെയ്ത് വരുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്, വനപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ സാറ് പറഞ്ഞതുപോലെ ഈ റബ്ബറും ഇതൊക്കെ പ്ലാന്റേഷനൊക്കെ ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ വന്യമൃഗങ്ങൾക്കൊരു കടന്നു കയറാനായിട്ടൊരു കാരണമാകുന്നെന്ന് പറയുന്ന ആ സാഹചര്യങ്ങൾ ഒഴിവാക്കി നിർത്താൻ നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ ഞങ്ങൾക്ക് ഫാമുകളുണ്ട്, ഞങ്ങൾക്ക് 66 ഫാമുകളുണ്ട്. ഫാമുകളുടെ അവിടെയും ഈ കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇതിൻ്റെ കടന്നു കയറാനുള്ള അതിൻ്റെ ഇത് കൂടും. അതുകൊണ്ട് അവിടെ എല്ലാം വൃത്തിയാക്കിയിടാനും, പിന്നെ ഞങ്ങളുടെ ഫാമുകളിൽ കുറേ മെഷീനറി ഉണ്ട്. അഗ്രോ സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറേ മെഷീനറി ഉള്ള കുറേ കൂട്ടായ്മകളുണ്ട്. കർമ്മസേന എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ കുറേ ഈ ബ്രഷ് കട്ടർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു സർക്കുലർ ഇറക്കി, ഇതുപോലെ കാട് പിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളതൊക്കെ അതിൻ്റെ ആൾക്കാർ വരുമ്പോൾ അത് കൊടുക്കണം. അത് ബ്രഷ് കട്ടറൊക്കെ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി സ്ഥലമെല്ലാം, ഫാമുകളും അതുപോലെ തോട്ടങ്ങളും ഒക്കെ, കൂടുതൽ തോട്ടമുള്ള പ്ലാന്റേഷൻസ് ഉള്ള ആൾക്കാരോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർ കത്തയച്ചിട്ടുണ്ട്, നിങ്ങൾ അത് വൃത്തിയാക്കി ഇടണം. കാരണം ഇതുപോലെയുള്ള വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായിട്ട് അതിനെ മാറ്റാതിരിക്കാനായിട്ട് അവ വൃത്തിയായി സൂക്ഷിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ നഷ്ടപരിഹാരം, ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട നഷ്ടപരിഹാരം. നമ്മൾ ഒരു 2 രീതിയിലുണ്ടത്. ഇൻഷുറൻസ് ചെയ്യാത്തവരും ഇൻഷുറൻസ് ചെയ്തവരും ചെയ്യാത്തവരും തമ്മിൽ. ഇൻഷുർഡ് അല്ല ഒരു ക്രോപ്പെങ്കിൽ, സംസ്ഥാന വിള ഇൻഷുറൻസിൻ്റെ കാര്യം ആണ് ഞാൻ പറയുന്നത്. സംസ്ഥാന വിള ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പ്രീമിയം ഒരു ക്രോപ്പിന് അടച്ചിട്ട്, ഒരു വിളയ്ക്ക് ഒരു നിശ്ചിത പ്രീമിയം അടയ്ക്കുക, എന്നിട്ട് അത് പോവുകയാണെങ്കിൽ, പൂർണ്ണമായും അത് നഷ്ടപ്പെടുകയാണെങ്കിൽ
അതിനെ ഒരു നഷ്ടപരിഹാരം ഒരു എമൗണ്ട് ഉണ്ട്, അത് കാലാകാലങ്ങളിൽ അതിന് പരിഷ്കരിച്ച് വരുന്നുണ്ട്. ആ എമൗണ്ട് നമ്മൾ കൊടുക്കും. ഒരു പ്രീമിയം കളക്ട് ചെയ്തു, അതിനെ ഇൻഷുർ ചെയ്തു, അതെല്ലാം നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥരാണ്, ഫീൽഡ് ലെവലുള്ള പഞ്ചായത്ത് ലെവലുള്ള കൃഷി ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. അതിന് നാശനഷ്ടം നേരിടുകയാണെങ്കിൽ കാലാവസ്ഥ മൂലം ഉണ്ടാകുന്ന, അതായത് പ്രകൃതി ദുരന്തം മൂലമുണ്ടാകുന്ന ശക്തിയായ കാറ്റ്, മഴ, പേമാരി ഇതൊക്കെ മൂലം നഷ്ടപ്പെടുന്ന വിളകൾക്ക് നമ്മളൊരു ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ട്. ആ ഇൻഷുറൻസ് കവറേജിൽ വന്യജീവി മൂലമുണ്ടാകുന്ന ആക്രമണത്തിന് നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് കാലാകാലങ്ങളിൽ അത് തുക പരിഷ്കരിച്ച് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് അതിൻ്റെ എമൗണ്ട് 27 വിളകൾക്ക് നമ്മളങ്ങനെ കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ്. അത് കർഷകർക്ക് നമ്മൾ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രീമിയം നേരത്തെ അടയ്ക്കണമെന്നുള്ളത് മാത്രം. പിന്നെ ഉള്ളത് നഷ്ടപരിഹാരം, തുച്ഛമായ നഷ്ടപരിഹാരം എന്ന് സൂചിപ്പിക്കപ്പെട്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന ഒരു നഷ്ടപരിഹാരം ആയിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. അത് നമ്മൾ 8/1/2015 ഇറക്കിയ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഉത്തരവ് ആണ്. ആ ഉത്തരവിനെ വെച്ചിട്ട് ഉള്ള എമൗണ്ട് കുറച്ച് കുറവാണ് എന്ന് തന്നെ കരുതുന്നു. അതിപ്പം അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഉത്തരവ് ഇറക്കാനുണ്ടായ ഒരു കാരണമെന്ന് പറഞ്ഞാൽ 2014 ഒരു ഉത്തരവുണ്ട്, അത് റവന്യൂ വകുപ്പ് ഇറക്കിയതാണ്. അതിൻ്റെ 10% കൂടെ ചേർത്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 8/1/2015 ഇറക്കിയ ഉത്തരവ്. ആ ഉത്തരവ് അനുസരിച്ച് ഇപ്പം ഒരു വന്യജീവി ഒരു കൃഷിയിടത്തിലെ വിളയെ നശിപ്പിക്കുകയാണെങ്കിൽ അത് അവിടുത്തെ കൃഷി ഓഫീസർ പോർട്ടലിൽ അവർ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അവിടുത്തെ കൃഷി ഓഫീസറാണ് അത് സാക്ഷ്യപ്പെടുത്തുന്നത്, ഇത്ര വിള പോയിട്ടുണ്ടെന്ന്. കൃഷി ഓഫീസർക്ക് ആ ഒരു റോളാണ് അതിനകത്തുള്ളത്. അത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അതിൻ്റെ ആനുകൂല്യം കൊടുക്കുന്നത്. PMFBY ഒരു ഇൻഷുറൻസ് ഉണ്ട്, അതിൻ്റെ ആവുന്നതേ ഉള്ളൂ, അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് കാലാവസ്ഥ വിളയാധിഷ്ഠിത കൃഷി ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് അതിൻ്റെ ആയി വരുന്നതേ ഉള്ളൂ. ഇത്രയുമാണ് കൃഷി വകുപ്പ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. JR അനിസാറിലേക്ക് വരികയാണ്. സാറ് ഒരു മുൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ കേരളത്തിലെ നിരവധി വനമേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. വന്യമൃഗങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തുകയും വന്യമൃഗങ്ങളെക്കുറിച്ചൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്, ഒരു എഴുത്തുകാരെന്ന നിലയിൽ. സാറിൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രൈമറിലി ശരത്ത് പറഞ്ഞ മാതിരി സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഞാനിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അകത്തില്ല, ഞാൻ റിട്ടയർ ചെയ്തു. പിന്നെ കുറച്ച് ഈ ഫോറസ്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ആനിമൽ പെർസ്പെക്റ്റീവ്സിലുള്ള കുറച്ച് കഥകളോ ലേഖനങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങൾ എഴുതുന്നതാണ് മുഖ്യമായിട്ട് ഇപ്പോൾ സമയം പോകുന്നത്. അപ്പോൾ അതിലൊരു കാര്യമാണ് ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ പറ്റി ഞാൻ പലയിടത്തും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് നമുക്കൊക്കെ അറിയാം, ഇത് ഇന്ന് തുടങ്ങിയ സംഭവമല്ല. ഒരു 10,000 ഇയേഴ്സ് അല്ലെങ്കിൽ മനുഷ്യൻ ഒരു സെറ്റിൽഡ് അഗ്രികൾച്ചർ തുടങ്ങിയ സമയത്ത് തന്നെ ഈ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല. കാട് തെളിച്ച് ഈ മാറ്റക്കൃഷി എന്ന് പറയുന്നത് കാട് തെളിച്ചിട്ട് ആ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു, എന്നിട്ട് അവിടെ ഉള്ള ഫെർട്ടിലിറ്റി കുറയുമ്പോൾ വേറെ സ്ഥലം അന്വേഷിച്ച് പോകുന്നു. അങ്ങനെ ആക്ച്വലി അത് ഒരു ഡിസ്ട്രക്റ്റീവ് ഫോം ഓഫ് അഗ്രികൾച്ചറാണ്. പക്ഷേ ഈവൻ ദെൻ അന്ന് മുതൽ തന്നെ കാട്ടിനകത്ത് കൃഷി ചെയ്യുമ്പോൾ പ്രോബ്ലി ഹി മൈറ്റ് ഹാവ് കൺഫ്രണ്ടഡ് ദിസ് വൈൽഡ് ആനിമൽസ്, അതിൽ വേറെ ഡൗട്ടില്ല. അപ്പോൾ അന്ന് മുതലുള്ള സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഇതിന് ഇത്രയും മൊമെൻറ്റം കിട്ടുന്നു. അതിലിപ്പോൾ അത് ഇപ്പോൾ ഒരു ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് പറഞ്ഞ കുഞ്ഞേഷ് സാർ സൂചിപ്പിച്ച മാതിരി ഒരു മൾട്ടി ഫേസഡാണ്. ഇന്ന കാരണം കൊണ്ടുണ്ടാകുന്നു എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മിറ്റിഗേഷനെ ഒരു പരിധി വരെ പോസിബിൾ ആവുള്ളൂ. സാജി പറഞ്ഞ പോലെ പെട്ടെന്ന് അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല, കാരണം അത് വേൾഡ് ഓവർ നിലനിൽക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം നമ്മൾ ഈ കള്ളിങ് ഓക്കെ, പക്ഷേ ഈ ഉള്ള ജീവികളെ മുഴുവൻ പിടിച്ചു മാറ്റുക. നമ്മൾ വയനാട് ഹോസ്പൈസ് തുടങ്ങിയിട്ടുണ്ട് കടുവയിടാനായിട്ട്. അപ്പോൾ കടുവ അതിൽ 6 അതിൻ്റെ കപ്പാസിറ്റി, ഇപ്പോൾ 7 മറ്റോ ഉണ്ട്. ഇപ്പം ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഹോസ്പൈസ് തുടങ്ങിയിട്ട് കടുവകളെ മൊത്തം കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടിടാൻ പറ്റുന്നത് ഒരു ഫീസിബിളായിട്ടുള്ളൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവസാനം ആ സമയത്ത് ഞാൻ ട്രിവാൻഡ്രം വൈൽഡ് ലൈഫ് വാർഡനായിരിക്കുന്ന സമയത്ത് വയനാട് ഇടാൻ സ്ഥലമില്ലാതെ 2 കടുവയും നെയ്യാർ കൊണ്ടിട്ടു. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാർ ലയൺ സഫാരി പാർക്കിൻ്റെ സ്ഥലമാണ്. ഈ സിംഹവും കടുവയും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. കാരണം കടുവയോ പുലിയോ ആണെങ്കിൽ കുറച്ചുകൂടെ അജയിലാണ്, സിംഹം എന്ന് വെച്ചാൽ കുറച്ച് സ്ലഗ്ഗിഷാണ്. പ്രത്യേകിച്ച് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ അതങ്ങനെ അത്രമാത്രം മൂവ് ചെയ്യത്തില്ല. പക്ഷേ കടുവ എന്ത് ചെയ്തു, കടുവ വന്നപ്പോൾ സിംഹത്തിൻ്റെ കൂട്ടിലാണ് ഇട്ടത്. അപ്പം നമ്മൾ നോർമലി അത് വളരെ റീഇൻഫോഴ്സ് ഒക്കെ ചെയ്യുകയും ചെയ്തതാണ് ഇതിനെ കൊണ്ടുവരുന്നതിന് മുമ്പ്. പക്ഷേ ഈവൻ ദെൻ കടുവ അത് പൊട്ടിച്ച് ചാടിപ്പോയി. പക്ഷേ അത് ഭാഗ്യത്തിന് ജനവാസ മേഖലയിലോട്ട് ഇറങ്ങിയില്ല.
പിന്നെ വളരെ ബുദ്ധിമുട്ടി തന്നെ രണ്ടാമത് പിടിക്കുകയാണ് ചെയ്തത്. അതിപ്പോൾ പുത്തൂർ സൂവിലോട്ട് കൊണ്ടുപോയി ആ കടുവയെ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനെയും പിടിച്ചു മാറ്റി ഇങ്ങോട്ടിടുകയോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആനിമൽസിനെ മുഴുവൻ വെടിവെച്ചു കൊല്ലുകയോ എന്നുള്ളത് പൂർണ്ണമായിട്ടത് യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈവൻ ദെൻ ഏതുവരെ ഇപ്പോൾ ഈ പറയുന്ന മാതിരി ഞാൻ ഇപ്പോൾ സിറ്റിയിൽ താമസിക്കുന്നു, എൻ്റെ വീട്ടിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി എന്നും രാവിലെ കുരങ്ങ് വരികയായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ രാവിലെ വാതിൽ തുറക്കുമ്പോൾ ആനയെ കാണുകയായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കന്നുകാലികളെ വളർത്താൻ പറ്റില്ലായിരുന്നു എങ്കിൽ എൻ്റെ വെർഷൻ ഇത് തന്നെ ആയിരിക്കുമോ എന്നുള്ളത് ദാറ്റ് ഇസ് എ $1 ബില്യൺ ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ മുഖം തിരിഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ആക്ച്വലി ഇൻ ദ റിസീവിങ് എൻഡ്. പക്ഷേ നമ്മളെ കൊണ്ട് നമ്മളെ വനം വകുപ്പിനെ സംബന്ധിച്ച് നമ്മൾ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പല കാര്യങ്ങൾ ഫ്ലെയർ അപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ കോമ്പൻസേഷൻ 10 lakhs rupees ആണ് ഡെത്തിന് കൊടുക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ എന്താണ് ഈ ആൾക്കാരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ വഴി തടഞ്ഞു വെച്ചിട്ടോ ചത്ത പശുക്കുട്ടിയെ എടുത്ത ജീപ്പിനകത്തിട്ടിട്ടോ വേണം ഇത് കൊടുക്കേണ്ടതെന്നില്ല. ഈവൻ അതർവൈസ് 5 ലക്ഷം രൂപ റെഡിലി കൊടുക്കാൻ പറ്റും. പക്ഷെ ബാക്കി 5 ലക്ഷം കൊടുക്കണമെങ്കിൽ സം ലീഗൽ ഫോർമാലിറ്റീസ് ആർ ദെയർ. പ്രത്യേകിച്ച് ലീഗൽ ഹയർ ആരെന്നുള്ളത് സർട്ടിഫൈ ചെയ്യണം, അത് തഹസിൽദാർ ചെയ്യണം. അതിന് എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു സമയമുണ്ട്. അപ്പോൾ അല്ലാതെ 50 ലക്ഷം രൂപ തന്നാലേ ഇപ്പം വിടുകയുള്ളൂ എന്ന് പറഞ്ഞുള്ള പ്രഷർ ടാക്ടിക്സ്, അത് അങ്ങനെയുള്ളതിനെ ഇപ്പം കർഷകരിൽ ആര് പറഞ്ഞാലും നമുക്കത് യോജിക്കാൻ പറ്റത്തില്ല. അത് പിന്നെ മാഡം പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഈ പണ്ടും നമ്മൾ ഇപ്പോൾ ഈ സോളാർ ഫെൻസിങ് മിഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2000 എത്ര കിലോമീറ്റർ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ ഈവൻ അതർവൈസ് നമുക്കൊരു കൺവെൻഷനലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഈ സോളാർ ഫെൻസിങ്. പലപ്പോഴും അതിൻ്റെ റെസ്പോൺസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബോധറേഷനായിട്ട് മാത്രമാണ് ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അന്ന് പിക്ചറിലില്ല. പക്ഷേ ഈ ബാക്കിയുള്ള ജനറൽ പബ്ലിക് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരൊരിക്കലും അതിൽ ക്ലൈംബേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് എർത്തായി അത് അപ്പോഴേ പോകും. പക്ഷേ ഒരു കാരണവശാലും ആരും ഇത് വെട്ടത്തില്ല. അങ്ങനെ ആയിരുന്നു മുമ്പൊരു സമയം. പക്ഷെ ഇപ്പോൾ മാഡം പറയുന്നു അവർ തന്നെ വോളണ്ടറി ആയിട്ട് വന്നു എന്ന് പറയുന്നെങ്കിൽ അതൊരു ഇറ്റ്സ് എ വെൽക്കം സൈൻ 100%. ആദിവാസികളുടെ കാര്യം പറഞ്ഞു. ശരിക്കും ഞാൻ നെയ്യാറിലുണ്ടായിരുന്ന സമയത്ത് ആ ഒരു ഇൻസ്റ്റൻസ് ഞാൻ പറയാം. ആദിവാസികൾ നെയ്യാറിൽ മുമ്പ് പക്ഷേ ഇപ്പോഴുള്ള യങ്ങർ ജനറേഷന് അതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കും. അന്ന് ഏറ്റവും വലിയ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എക്സാമ്പിൾ ചീങ്കണ്ണി മനുഷ്യനെ പിടിക്കുന്നതായിരുന്നു. ഇപ്പം നെയ്യാറിൽ ഇതേമാതിരി നമ്മൾ ഒരു ക്രൊക്കഡൈൽ ബ്രീഡിംഗ് സെൻ്ററായിട്ട് ആരംഭിക്കുകയും, പക്ഷേ അവിടെ ചീങ്കണ്ണികളെ വളർത്തി അത് ഹാൻഡ് ഫെഡാണ്, കൈത്തീറ്റ കൊടുത്ത് വളർത്തിയ ചീങ്കണ്ണികളെ ഒരു വളരെ ഫാൻഫെയറോടുകൂടി നമ്മൾ റിസർവോയറിലോട്ട് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിലോട്ട് റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ ഉജ്ജേഷ് സാർ, വെദർ നെയ്യാർ റിസർവോയർ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ നാച്ചുറൽ ഹാബിറ്റേറ്റ് എന്ന് എനിക്കറിയില്ല. നെയ്യാർ റിവർ വാസ് ഓൺ അല്ലേ, ഈസ് വൺ ഓഫ് ദ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ്. പക്ഷേ റിസർവോയർ ആണോ ഇല്ല എന്നുള്ളത് അത് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ വിട്ടതിന് ശേഷം പലപ്പോഴും എന്ത് പറ്റുന്നു, ഈ ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഹാബിറ്റാറ്റിൽ ഇതിന് പലപ്പോഴും മീനിനെ പിടിച്ചു ചെയ്യാൻ പറ്റാതായപ്പോൾ ചീങ്കണ്ണികൾ വിശന്നപ്പോൾ തിരിച്ചു കയറി വരാൻ തുടങ്ങി. ആ ഒരു സമയം നമ്മൾ പിന്നെയുള്ള സ്റ്റഡീസിൽ മനസ്സിലാക്കുന്നത് പ്രോബ്ലി നമ്മൾ റിലീസ് ചെയ്ത ഹാൻഡ് ഫെഡ് ചീങ്കണ്ണീസ് ഈ അമ്പൂരി, മായം, ബന്ത അങ്ങോട്ടുള്ള ആ ഒരു ക്രിസ്ത്യൻ ഡോമിനൻസ് ഉള്ള അല്ലെങ്കിൽ ആൾക്കാർ താമസിക്കുന്ന ഏരിയയിലോട്ടായിരിക്കണം ഇവന്മാർ പോയിട്ടുണ്ടാവുക. കാരണം ഇപ്പോൾ ഉൾക്കാട്ടിലുള്ള കൊമ്പയോ അല്ലെങ്കിൽ പുരവിമല ഇങ്ങനെയുള്ള സെറ്റിൽമെന്റ്സിൽ സ്റ്റിൽ ചീങ്കണ്ണീസ് ആർ ദെയർ. വലിയ ഇത് ബാസ്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അവിടെ നിന്നൊന്നും ഒരിക്കലും ഒരു കോൺഫ്ലിക്ട് റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. ഈ കാഷ്വാലിറ്റീസ് ഉണ്ടായതും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ഏരിയാസിലാണ്. അപ്പോൾ അപ്പോൾ ആദിവാസികൾ അവർക്കൊരു കാര്യമുണ്ട്. ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞ ഒരു എറൗണ്ട് നമ്മൾ പറയുന്ന ഫോറസ്റ്റ് ഫ്രിഞ്ചസിൽ ഈ വനത്തിനകത്ത് പല 1 ലക്ഷം ആദിവാസികൾ ഉണ്ടെങ്കിൽ ഫ്രിഞ്ച് ഏരിയാസിൽ അറൗണ്ട് 5 ലക്ഷം ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ ഈ ടോളറൻസ് ലെവൽ ചിലപ്പോൾ ആദിവാസിയുടെ അത്ര ഉണ്ടാകത്തില്ല. കാരണം ഒരു സഹിഷ്ണുത എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ആദിവാസികളുടെ അടുക്കൽ നിന്ന് ഞാൻ ഇപ്പോൾ ചീങ്കണ്ണിയുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവർ അതിൽ അക്കസ്റ്റംഡ് ആണ്. കുഞ്ഞിഷ സാർ പറഞ്ഞ മാതിരി പ്രോബ്ലി ഒരു ഏലിയനേഷൻ വന്നിട്ടുള്ള ആദിവാസികൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സിസ്റ്റിംഗ് ജിയോഗ്രാഫിക്കൽ സിറ്റുവേഷൻസ് മനസ്സിലാകാത്തവരായിരിക്കാം കൂടുതൽ ഇതിനെ സക്കം ചെയ്തിട്ടുള്ളത്. എനിക്ക് പുതിയ അറിവാണ്. ഞാനതിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം പെട്ടെന്ന് 2025 16 ആദിവാസികളാണ് മരിച്ചത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇത്രയും നമ്മൾ പറയുന്നത് കാടിൻ്റെ മക്കളാണ്, അവർക്ക് സ്വായത്തമായിട്ടുള്ളത് ഉണ്ടെന്നുള്ളത്. പക്ഷേ പെട്ടെന്ന് ഇവർക്ക് ഇതെല്ലാം കൈമോശം വന്നു പോയോ? പിന്നെ കോമ്പൻസേഷൻ്റെ ഈ പറഞ്ഞ കണക്ക് ഒരു മരണത്തിന് ഒരിക്കലും ഇത്ര വിലയിട്ടൊരു ജീവന് കൊടുക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ബ്രെഡ് വിന്നറാണ് ഒരു വീട്ടിലെങ്കിൽ അതിന് ഒരിക്കലും നമുക്ക് 10 ലക്ഷം രൂപ ഇതാണെന്നല്ല പറയുന്നത്. പക്ഷേ അത് വിളകളുടേത് ഇൻവേരിയബിളി കൂട്ടേണ്ടിയിരിക്കുന്നു.
ഇപ്പോൾ ഈ എന്താണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ആനിമൽ ഹസ്ബൻഡറി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഒക്കെ ചേർന്നിട്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ആ ഒരു സിനർജിയാണ് ഇപ്പം നമ്മൾ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതായിരിക്കാം, ഇനീഷ്യേറ്റീവ് ആയിരിക്കും. അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും അവർക്കത് ചെയ്തേ പറ്റുള്ളൂ ആ ഒരു കമ്പലിംഗ് സിറ്റുവേഷനിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇത് ദാറ്റ് ഇസ് എ വെൽക്കം സൈൻ. ഓക്കെ, ഇപ്പോൾ ഫീൽഡ് ലെവലിൽ ഇടപെടുന്ന ആളുകളാണ് ശരിക്കും ഫീൽഡ് ലെവൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇപ്പം മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞയാണെങ്കിലും നേരത്തെ സണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഫീൽഡ് ലെവൽ സ്റ്റാഫ് നേരിട്ട് കർഷകരെ കണ്ട് മറുപടി കൊടുക്കുന്നു. അങ്ങനെ പല ശ്രമങ്ങളും പലപ്പോഴും ഫീൽഡ് ലെവൽ സ്റ്റാഫിൻ്റെ മുകളിലാണ് എത്തുന്നത്. അപ്പോൾ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷനെ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി കൂടിയായ സജയൻ സാർ അതിനകത്തൊരു അഭിപ്രായം പറഞ്ഞാൽ നന്നായി. എല്ലാവർക്കും നമസ്കാരം. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഫോറസ്റ്റ് വാച്ചർ മുതൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ വരെയുള്ള ജീവനക്കാരുടെ സംഘടനയാണ്. നമ്മൾ സത്യത്തിൽ വനമേഖലയിലെ സംരക്ഷണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി ഫ്രണ്ട് ലൈൻ സ്റ്റാഫായി നിന്ന് പ്രവർത്തിക്കുന്നത് സംരക്ഷണ വിഭാഗം ജീവനക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വരുന്ന ഈ വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ ആദ്യം അഭിമുഖീകരിക്കുന്നത് നമ്മുടെ സംരക്ഷണ വിഭാഗം ജീവനക്കാർ തന്നെയാണ്. നിരവധിയായ പ്രശ്നങ്ങൾ ഈ കാര്യങ്ങളിലുണ്ട്. അതിൽ വനം വകുപ്പിൻ്റെ വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഈ സംരക്ഷണ പ്രവർത്തനങ്ങൾ ധാരാളമായി വനമേഖലയിൽ നടത്തുന്നുണ്ട്. അതിലെല്ലാം തന്നെ നമ്മൾ എൻഗേജ്ഡുമാണ്. അതോടൊപ്പം നമ്മൾ ഈ നമ്മുടെ വനത്തിനകത്ത് താമസിക്കുന്ന ആദിവാസി ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങളും കൂടെ പരിഗണിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. 1980 ഫോറസ്റ്റ് പോളിസിയിൽ പ്രകാരം രൂപീകരിക്കപ്പെട്ട് ഏതാണ്ട് 90കളോടുകൂടിയാണ് കേരളത്തിൽ ഈ വനസംരക്ഷണ സമിതികളും എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികളും പ്രവർത്തിക്കുന്നത് തന്നെ. ആ കമ്മിറ്റികളുടെ എല്ലാം കൂട്ടായ്മയായിട്ടുള്ള FDAകളുണ്ട്. 36 FDA കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ആ FDAയുടെ രൂപീകരണം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ വാർഷിക ജനറൽ ബോഡികളിലും ഈ എല്ലാ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഓരോ വർഷവും കൂടുന്ന ജനറൽ ബോഡി യോഗങ്ങളിൽ വാട്ടർ അതോറിറ്റി, കൃഷി വകുപ്പ്, സഹകരണ വകുപ്പ്, അതുപോലെ ഫിഷറീസ്, അങ്ങനെയുള്ള വ്യവസായ വകുപ്പ്, അങ്ങനെയുള്ള നിരവധിയായ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അപ്പോൾ അന്നൊക്കെ തന്നെ ഇത്തരം കോൺഫ്ലിക്റ്റുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ നാമമാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു 10 വർഷക്കാലമായിട്ടാണ് നമുക്ക് ഈ മനുഷ്യ വന്യജീവി സംഘർഷം എന്നുള്ള ഒരു സബ്ജക്റ്റിലേക്ക് ഈ പൊതുസമൂഹത്തിലേക്ക് നിന്നും വരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണെന്നാണ് പ്രധാനമായുമുള്ള വിലയിരുത്തൽ. ഇപ്പോൾ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ഈ ഭൂമി ഉണ്ടായ കാലം മുതലേ തന്നെ നിലനിൽക്കുന്ന ഒരു സംഗതികളാണ്. കാരണം കൂടുതൽ ഭാഗം വനമായിരുന്നത് ഓരോ ഘട്ടങ്ങളിലായി കയ്യേറിയും അതുപോലെ തന്നെ വെട്ടിപ്പിടിച്ചും ഒക്കെ തന്നെ മനുഷ്യൻ ഉപജീവനത്തിനായിട്ടും അതുപോലെ താമസത്തിനായിട്ടും വനത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടാണ് ഇന്ന് കാണുന്ന പട്ടണങ്ങളൊക്കെ തന്നെ രൂപപ്പെട്ടു വന്നത്. അപ്പോൾ ആ വസ്തുതകളൊക്കെ നമ്മുടെ ഒരു ഭാഗത്ത് നിൽക്കുക ഈ ഓരോ ജീവിയുടെയും നഷ്ടം തന്നെയാണ്. മനുഷ്യനായാലും വന്യജീവികളായാലും ഏതായാലും ജീവൻ നഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ദുഃഖം ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അതിൽ ജീവനക്കാരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ ആക്രമിക്കുക, അതുപോലെ തന്നെ ജീപ്പ് കത്തിക്കുക, ഈ കടുവ കടിച്ച പശുവിനെ കൊണ്ടുവന്ന് ജീപ്പിലേക്ക് വെക്കുക, അങ്ങനെയുള്ള ഒരു പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അത് നമ്മുടെ പൊതുസമൂഹത്തിന് ആശാസ്യമാണോ എന്നുള്ളത് നാം പരിശോധിക്കപ്പെടേണ്ടതാണ്. നമുക്ക് ഈ വനസംരക്ഷണ വിഭാഗം ജീവനക്കാരെന്ന് പറയുന്നത് നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നിന്നും ജോലി ചെയ്യുന്ന ആളുകളാണ്. വനം സംരക്ഷണ വിഭാഗം ജീവനക്കാർ പ്രവർത്തിക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമവും 1961 കേരള വന നിയമവും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സംരക്ഷണ വിഭാഗ ജീവനക്കാർ പ്രവൃത്തി ചെയ്യുന്നത്. അവരുടെ ഈ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ച് ജോലി ചെയ്യാൻ കഴിയുന്നതല്ല, അതെല്ലാവർക്കും അറിയുന്നുണ്ട്. കാരണം ലോ ആൻഡ് ഓർഡർ പോലീസ് കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ വന നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയണം. ഇല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ലയബിലിറ്റീസ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻ്റലായ പ്രശ്നങ്ങളൊക്കെ തന്നെ ജീവനക്കാർ നേരിടുന്നുണ്ട്, ധാരാളമായി നേരിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോധം ഉൾക്കൊണ്ടുകൊണ്ടാണ് വനസംരക്ഷണ വിഭാഗ ജീവനക്കാരുടെ പ്രവർത്തികൾ വന്നിരിക്കുന്നത്. അത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഒക്കെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം.
അപ്പോൾ അക്കാര്യങ്ങൾ അത് ഒരു ചില സമീപനങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ അത് അനിവാര്യമായ ഘടകങ്ങളാണ്. ഇപ്പോൾ കോന്നിയിലൊരു പാടത്തെ സ്റ്റേഷനിലെ ഒരു കമ്പിവേലിയിൽ ആന വന്ന് അതിൽ ആന ചരിഞ്ഞു. ആന ചരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. അപ്പോൾ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ സ്റ്റേഷൻ വന്ന് ആക്രമിക്കുന്നു, ഈ അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അത് നിയമത്തെ ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തു നിന്നും വരികയാണ്. അപ്പോൾ ഈ സന്ദർഭങ്ങളിൽ സംരക്ഷണ വിഭാഗം ജീവനക്കാർ അവരുടെ അധികാരത്തിൽപ്പെട്ട പ്രവർത്തനങ്ങളാണ് ആ സംരക്ഷണ ഭാഗമായി നടത്തുന്നത്. ആ പ്രവർത്തികളെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഇന്നത്തെ സമൂഹത്തെ മാറ്റിമറിക്കുന്നതിൻ്റെ ഒരു ഘടകം എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതൊക്കെ പൊതുസമൂഹം വിലയിരുത്തണം. അതോടൊപ്പം നമ്മുടെ പൊതു മേഖലകളിൽ, കാർഷിക മേഖലകളിലേക്ക് ജലമെത്തണമെങ്കിൽ ഈ വനം വേണ്ടേ? വനത്തിൽ നിന്നാണ് ജലമെത്തുക. അതിൽ നമുക്കെല്ലാം ശ്വസിക്കുന്നതിന് ഉള്ള വായു, ശുദ്ധവായു ലഭിക്കുന്നത് വനത്തിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ ഈ പരസ്പര ബന്ധിതമായിട്ടുള്ള സംഗതികളാണ് എന്നുള്ള മനസ്സിലാക്കി ഈ സംഘർഷം എന്നുള്ളത് മാറ്റി സഹവർത്തിത്വത്തിൻ്റെ പാതയിലേക്ക് നാം എത്തിച്ചേരണം. എന്നാൽ മാത്രമേ ഈ വന്യജീവികളും വനവും നിലനിർത്തിക്കൊണ്ട് അവയുടെ വന്യജീവികളുടെ കടന്നുകയറ്റം, പുറത്തേക്കുള്ള വരവ് എങ്ങനെ നമുക്ക് ലഘൂകരിക്കാം എന്നുള്ള ആശയത്തിൽ അത് ഏത് തരത്തിൽ എത്തിച്ചേരാമെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ വനം വകുപ്പ് ഒട്ടനവധി പദ്ധതികളാണ് കൊണ്ടുവന്നുള്ളത്. സാർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മിഷൻ 10 എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ഈ ഓരോ പഞ്ചായത്തിലെയും പരാതികൾ നമ്മൾ കേൾക്കുന്ന തരത്തിലേക്ക് വന്നു. അപ്പോൾ പരാതികൾ കേൾക്കുമ്പോൾ ഉണ്ടായ ഒരു രസം എന്ന് പറയുന്നത് ഒരു പ്രിൻ്റഡായിട്ടുള്ള ഒരു ചോദ്യവേലിയാണ് എല്ലായിടത്തും ലഭിക്കുന്നത്. അത് ഒരേ ചോദ്യവേലി തന്നെ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് കേരളം ഒട്ടാകെ വിതരണം ചെയ്തിട്ട് സംഘടിതമായി കൊടുക്കുന്ന നിലയിലേക്കും അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോട്ടെ. പക്ഷേ അതിനോടൊപ്പം ഓരോ പഞ്ചായത്തിലും നമ്മൾ ഒരു ഫെസിലിറ്റേറ്റർമാരെ നിയമിച്ചിട്ടുണ്ട്. അത് സംരക്ഷണ വിഭാഗ ജീവനക്കാരാണ് കാര്യം ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ. ആ ഫെസിലിറ്റേറ്റർമാർ പഞ്ചായത്തുമായിട്ട് ഒരു ലൈസൺ ഉണ്ടാക്കുന്നതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത് തുടർന്നും ആ തരത്തിൽ തന്നെയാണ് ഉണ്ടാവുക. അത്തരം പ്രവൃത്തികളൊക്കെ തന്നെ ഈ വനം വകുപ്പിനെയും ജനങ്ങളെയും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് വനസംരക്ഷണവും സാധ്യമാക്കണം. അതോടൊപ്പം വനംവകുപ്പ് ജീവനക്കാരുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണം, മറ്റ് ജനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണം എന്നുള്ള തരത്തിലാണ് നമ്മുടെ സംഘടനയുടെ നിലപാട്. പ്രതിനിധി കൂടിയാണ് നമുക്ക് ഈ ചർച്ചയിലുള്ളത്. അത് കേരള ജൈവ കർഷക സമിതി. അത് ഇതുപോലെ കൃഷിയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന നിരവധി കർഷകരുള്ളൊരു സംഘടനയാണ്. അതുമാത്രമല്ല, കേരളത്തിൽ കൃഷി നിലനിൽക്കണമെന്നും കൃഷി മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. ജൈവ കർഷക സമിതിയെ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും അൽജിച്ചേട്ടൻ. വനമേഖലയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തത്. ഇപ്പോൾ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് വനത്തിലെത്തണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ വണ്ടി വിളിച്ച് ഒക്കെ പോയാലും 3-4 മണിക്കൂർ കഴിഞ്ഞേ എത്തത്തുള്ളൂ വനമേഖലയിലേക്ക്. അവിടം വരെയും അവിടവും കഴിഞ്ഞാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളവിടെയൊക്കെ ഞങ്ങളെ ഇതിലെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകർ തോനെ പേര് ഇപ്പം മതിയാക്കി. വേറെ ഒന്നുകൊണ്ടുമല്ല, കൃഷി ഇപ്പോൾ സാർ നേരത്തെ നെൽകൃഷിയുടെ പറഞ്ഞു, നെൽകൃഷിയിൽ നിന്ന് എന്തുകൊണ്ട് പോയിന്ന് പറഞ്ഞില്ല ആൾക്കാർ. നെൽകൃഷി ഉപേക്ഷിച്ച് പോയതല്ല, നെൽകൃഷിയിൽ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് മറ്റൊരു കൃഷിയിലേക്ക് തന്നെയാണ് ആ സ്ഥലം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ മാറി വന്ന എന്തുകൊണ്ടെന്ന് ഇവിടെ ആരും ഇത് ചെയ്യുന്നില്ല, അതിന് വേണ്ട നടപടി എടുക്കുന്നില്ല. ഇപ്പോൾ വനമേഖലയിൽ മാത്രമല്ല, ഈ എല്ലാ വന്യജീവികളും ഇപ്പോൾ ആന ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പോൾ ഞങ്ങളവിടെ വന്നാലും തരാൻ പറ്റും. എനിക്ക് 2 ദിവസം നിന്നാൽ എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം, എല്ലാം വീട്ടിൽ വരെ. അപ്പോൾ അത്രയ്ക്ക് നമുക്കായിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതെല്ലാം ഏകീകരിക്കണം എന്നെല്ലാം ഇവിടെ പറയുന്നു. പക്ഷേ ഏകീകരണം ഇത്രയും നാൾ കൊണ്ടും ഉണ്ടായില്ലേ. ഇപ്പോൾ വളരെ ആയില്ലേ. ഇതിപ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് സാറ് എൻ്റെ ഇപ്പോൾ ഡീറ്റെയിൽ പറയാം എന്നോട്ട് ഇതിന് വേണ്ടി ഒരു പ്രവർത്തനം തുടങ്ങിയെന്ന്. അപ്പോൾ അത്രയും വന്നിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ മുന്നോട്ട് പോയോ പിറകോട്ട് പോയോ എന്ന് കൂടെ ഒന്ന് നോക്കണം. കാരണം കൃഷിയിൽ ഇല്ലെങ്കിൽ നമുക്കിവിടെ നിലനിൽപ്പില്ല. കാരണം ഭക്ഷണം എന്തായാലും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടണമെങ്കിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഭക്ഷിക്കുന്നതെന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ കണക്കൊന്നും പറയും വേണ്ട. അപ്പോൾ അതിനുള്ള ഒരു നടപടിക്ക് വേണമെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ആവശ്യം പോലെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇപ്പം ഓരോ വകുപ്പിൽ, ഇപ്പോൾ കൃഷി വകുപ്പിൽ തന്നെ നോക്കിയാൽ 80ഓളം വകുപ്പിൽ കാണണം. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നോക്കിയാലും അതിൻ്റെ ശാഖകളായിട്ട് അത്രയും ഇതുണ്ട്. അത്രയും പേര് ഓരോ എണ്ണത്തിനെ പിടിച്ചാലും എനിക്ക് തോന്നുന്നു ഒരു പഞ്ചായത്തിൽ നിന്ന് ഉള്ള സാധനത്തിന് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും.
ഒരെണ്ണം പിടിച്ചാൽ മതി. അപ്പോൾ അതൊന്നും നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തെന്ന് പറഞ്ഞ് ഈ കിടന്ന് ചർച്ചയും കാര്യവും ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയും യുദ്ധാടിസ്ഥാനത്തിൽ ചെയ്തില്ല എങ്കിൽ നമ്മളെ പോക്ക് വളരെ താഴോട്ടാണ്. ഇപ്പോൾ ഞങ്ങളവിടെ ഞാനൊക്കെ തന്നെ കൃഷി എൻ്റെ സ്ഥലത്തു നിന്നൊക്കെ ഞാൻ മതിയാക്കി. ഇപ്പം ഈ പറഞ്ഞ കണക്ക് സാർ പറഞ്ഞാണ് മാഡം പറഞ്ഞ് ഫെൻസിങ് ചെയ്ത് ഞങ്ങളൊരു 4 ഏക്കർ സ്ഥലം ഫെൻസിങ് ചെയ്താണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ഞങ്ങളൊരു ഗ്രൂപ്പ് ഫാം ചെയ്തിട്ട് നമ്മൾ ഈ ജൈവകർഷക സമിതിക്കാർ ഒരു ഫാം ചെയ്ത് ആ ഗ്രൂപ്പിന് നമുക്ക് വേണ്ട നമ്മൾ ചെയ്യണമെന്നുള്ളൊരു വലിയ ഇതിൽ ചെയ്തിട്ടാണ് അത്രയും സ്ഥലം ഇപ്പം. പക്ഷേ അതൊന്നും പ്രായോഗികമായിട്ട് ഈ പറയുന്നതൊന്നും ചെയ്തു പോകാൻ ഒരു കർഷകർക്ക് ഒരിക്കലും കഴിയത്തില്ല. കാരണം ഞങ്ങളിപ്പോൾ അവിടെ 3 ഏക്കർ സ്ഥലം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപ കൂടുതൽ ചിലവ് വരെയാണ് ആദ്യത്തെ ചിലവ്. പിന്നെ ഓരോ വർഷവും ഈ പറയുന്ന ഈ കാട് കയറുന്നത് മറ്റേ അതിൻ്റെ സൈഡിൽ കൂടെ പുല്ല് കയറുന്നത് ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അതെല്ലാം ഒരു 3 മാസം വെച്ച് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും കൃഷിക്കാരന് സ്വാഭാവികമായിട്ടും ഒരിക്കലും അത് ചെയ്ത് കൃഷിയിലോട്ട് കൊണ്ടുവന്ന് പോകാനോ നിലനിന്ന് പോകാനോ ഒക്കില്ല. കാരണം ലാഭകരമല്ല. ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഒരുത്തരും മറ്റു ഉദ്യോഗസ്ഥരിൽ പോകുന്ന അതേ കണക്ക് ചിലവും കാര്യമാണ് നമ്മളുടെ. അപ്പോൾ കൃഷിക്കാരൻ ഒരു സാധാരണ ഇപ്പോഴത്തെ രീതിക്ക് സാധാരണക്കാരന് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ഏത് കൃഷിയായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് നമ്മൾ കൂട്ടായി തീരുമാനിച്ച് അത് യുദ്ധാടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രമേ ഈ ഒരു സംവിധാനത്തിന് നമുക്ക് ഒരു അടയിടാനെങ്കിലും പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ആ ചെയ്ത കാര്യം തന്നെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര ശതമാനം വിജയകരമായി എന്തിനെങ്കിലും നമുക്കൊന്നിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞോ? കൃഷിയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയോ എന്തെങ്കിലും നോക്കണം. ഇപ്പം 50 ലക്ഷം രൂപ ഇത് ഫെൻസിങ് ചെയ്തതിനായിട്ട് ഉപയോഗിച്ചു എന്ന്. പക്ഷേ അതിൽ 1% നമുക്ക് ഗുണം ചെയ്തോ എന്നുള്ളത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് തിരക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല, മാഡവും പറഞ്ഞില്ല. അപ്പം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ചെയ്തതിൻ്റെ ഇത് പറഞ്ഞാൽ അതിൻ്റെ ആഫ്റ്ററായിട്ട് നമുക്ക് എന്ത് എഫക്റ്റ് കിട്ടി അത് പറയണം. ഞാനൊരു കർഷക പ്രതിനിധി എന്ന് മാത്രമല്ല, ഞാനൊരു കർഷകനാണ്. ഞാൻ മറ്റ് ഇതിലൊന്നും പോയിട്ടില്ല. നമ്മൾ 10-30 കൊല്ലമായിട്ട് കേരള ജൈവകർഷക സമിതിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കർഷകരുടെ എല്ലാ ഒരുവിധമുള്ള ഈ ആദ്യമായിട്ട് ഈ പ്രശ്നങ്ങൾ നടന്ന സ്ഥലങ്ങളിലെല്ലാം ഞാനും പോയിട്ടുണ്ട്. ഓരോരുത്തർ മരണം നടത്തിടത്തും പോയിട്ടുണ്ട്. ഇതിനെതിരെ ജൈവകർഷക സമിതിയാണ് ട്രിവാൻഡ്രം ജില്ലയിൽ ആദ്യമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തിയ കോവിഡ് സമയത്ത്. അപ്പോൾ അന്നോട്ടേ നമ്മൾ ശ്രമിക്കുന്നു. പക്ഷേ നമ്മൾ അന്നോട്ടുള്ള പ്രവർത്തനത്തിൽ നോക്കിയാലും ഈ ഓരോ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് പ്രായോഗികത്തിൽ വന്നപ്പോൾ എന്തെങ്കിലും കർഷകർക്കോ ആർക്കെങ്കിലും, കർഷകർക്കല്ല ഇതിനെ തടഞ്ഞു നിർത്തി ആർക്കെങ്കിലും ഒരു ജീവനെങ്കിലും തടഞ്ഞു നിർത്താൻ പറ്റിയോ എന്നുള്ളത് ഈ ഡിപ്പാർട്ട്മെൻറ്റോ അതൊന്നും പറഞ്ഞിട്ടില്ല, പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ പിറക്കോട്ടോ മുന്നോട്ടോ പോയോന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് മാറ്റം വരുത്തണമെന്ന് വെച്ചാൽ അത് മാറ്റണം. അതിനു വേണ്ടി ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഏകീകരിക്കുന്നതിലും ഒരിതുമില്ല. കർഷകരും എല്ലാം അതിൻ്റെ കൂടെ നിൽക്കും. ഇപ്പോൾ മാഡം പറഞ്ഞാൽ കർഷകർ അവിടെ കെട്ടിയെടുത്ത് അവർ വെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞില്ലേ ഇത് കാട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ആ ഒരു ടീം ഏത് ഇതായാലും അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കില്ല, അവർക്കൊരു ഉപയോഗം വരും എന്ന് കണ്ടാൽ അവർ കൂടെ നിൽക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ സമരങ്ങളും കാര്യവും ചെയ്തതിന് ഒരു ഗുണം ചെയ്തോ എന്നെങ്കിലും വരണ്ടേ നമുക്ക്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ ചർച്ചയിൽ എനിക്ക് അതിന് ഉപയോഗം വരുന്ന രീതി എന്താണ് പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത്.